കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ഉപവാസം പ്രാർത്ഥിച്ച് ആരംഭിച്ചത് മുതൽ പകലും രാത്രിയിലും ഓരോ സെക്ഷനിലും കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ, മാറ്റമില്ലാത്ത ദൈവ ശബ്ദം അനുഗ്രഹീതരായ അഭിഷക്ത തലങ്ങളിൽ കൂടെ കേൾപ്പാനൊക്കെ കർത്താവ് സഹായിച്ച വിശ്വസ്തത ഓർത്തിന് കർത്താവിനെ സ്തുതിക്കുന്നു. കാലാവസ്ഥ കർത്താവ് നമുക്ക് അനുകൂലമാക്കി, ഗതാഗത കാര്യങ്ങളിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം പകർന്നു. ഒരു സെക്ഷൻ പോലും മുടങ്ങാതെ എല്ലാ സെക്ഷൻ ദൈവസ്ഥലായിരിക്കാൻ കർത്താവ് നൽകിയ കൃപയോർത്ത് കരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ച കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പകൽക്കാലം കർത്തൃപാറപടത്തിലായിരുന്ന കർത്താവിൻ്റെ ഒരു ദാസന്മാരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന പൂർണ്ണമായി വസിപ്പാൻ, ഭാഗ്യമായി വസിപ്പാൻ സർവശക്തനായ ദൈവം ഇന്നലകളിൽ നമ്മെ സഹായിച്ചല്ലോ. ആ വലിയ ദൈവകൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ ഒരു ദാസൻ ഇന്ന് പകൽക്കാലം ശുശ്രൂഷയ്ക്കുള്ളതുകൊണ്ട് ഞാൻ മുഖവരകൾ പറഞ്ഞ് ദീർഘിപ്പില്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർപ്പിച്ച് 1-2 ചിന്തകൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് പറഞ്ഞിരിപ്പാൻ കർത്താവിൻ്റെ കൃപ ശരണപ്പെടുകയാണ്. നാം വായിച്ച സങ്കീർത്തനത്തിൻ്റെ 48-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. 48-8. ഇവിടെ ആരെങ്കിലും ഒന്ന് ഉറക്കം വായിച്ച വാക്യം. ഈ സങ്കീർത്തനം എഴുതിയത് കോരഹപുത്രന്മാരാണെന്ന് അവിടെ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്. മുഖവുകളിലേക്കെങ്ങും ഞാൻ പോകുന്നില്ല, ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്കും കിടക്കുന്നില്ല. ഒരു യുദ്ധത്തിൻ്റെ തലങ്ങളിൽ ആത്മാവിൽ ഭക്തൻ, അകത്തളങ്ങളിൽ ദൈവത്തെ ആരാധിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ, പുറത്ത് യുദ്ധം വെളിപ്പെട്ടപ്പോൾ യുദ്ധത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് തൻ്റെ ജനത്തെ വിടുവിച്ച സർവശക്തൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം ആത്മാവി കണ്ടേച്ച് ആലയത്തിനകത്തിരുന്ന ആത്മാവി പറഞ്ഞൊരു വാക്കാണത്. ഒന്നുകൂടി ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിൻ്റെ 8. നാം കേട്ടതുപോലെ ഇന്ന് പലയിടത്തൊക്കെ കേൾവിയേ ഉള്ളൂ, കാഴ്ചയില്ല. കേട്ടതുപോലെ പലയിടത്തും ഒന്നും കാണാനില്ലാതിരിക്കുമ്പോൾ കോരഹപുത്രന്മാർ പറഞ്ഞത് നാം കേട്ടതുപോലെ. ഇന്നലകളിൽ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ ജനനായകന്മാർ ദൈവമാക്കി വെച്ച അഭിഷക്ത വൃന്ദങ്ങൾ നമ്മുടെ കാതുകളിൽ കേൾപ്പിച്ചതുപോലെ ഈ ആലയത്തിനകത്ത് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ദൈവ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് കെട്ടുകഥയല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവ സാന്നിധ്യം ഒരു ഫാക്റ്റാണ്, ഒരു യാഥാർത്ഥ്യ. ദൈവ സാന്നിധ്യം എവിടെങ്കിലും വെളിപ്പെട്ട അവിടെ ചിലത് കേൾക്കാനുണ്ട്, അവിടെ ചിലത് കാണാനുണ്ട്, അവിടെ ചിലത് അനുഭവിക്കാനുണ്ട്. മനസ്സിലായി എന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞ അധരം കൊണ്ട് പറയല്ല, മനുഷ്യ വാക്കുകൾക്കും ചിന്തകൾക്കും അതീതമായി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരു വ്യക്തിയിലോ ഒരു കുടുംബത്തിലോ ഒരു സഭയ്ക്കകത്തോ ഇറങ്ങി വന്ന് അവിടെ കേൾക്കാൻ ചിലതുണ്ട്, അവിടെ കാണാൻ ചിലതുണ്ട്, അവിടെ അനുഭവിക്കാൻ ചിലതുണ്ടായിരിക്കും. സിമ്പിളായി പറയാൻ പറ്റുന്ന കാര്യം, പെന്തക്കോസ്താളിൽ പരിശുദ്ധാത്മാവ് സ്വർഗ്ഗസീമകളെ വെട്ടി സെഹിയോൻ മാളിൽ ഇറങ്ങിയപ്പോ അവിടെ കേൾക്കാൻ ചിലതുണ്ടായിരുന്നു, അവിടെ കാണാൻ ചിലതുണ്ടായിരുന്നു, അവിടെ അനുഭവിക്കാൻ ചിലതുണ്ടായിരുന്നു. ഒരു നല്ല സ്തോത്രം പറഞ്ഞ വിധത്തില് അവർ കേട്ട തന്നെ അവിടെ കിടക്കുന്ന ഒരു കൊടുമുഴക്ക് അവർ കേട്ടു. 2 പിളർന്നിരിക്കുന്ന അഗ്നിനാവ് അവർ കണ്ടു. അത് ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ഇരുന്ന ഹല്ലേലൂയ 1-2 പേരുടെ മേലല്ല, 120 പേരുടെ മേലും ആ പിളർന്ന നാവ് ഇറങ്ങി വന്ന് പതിയാനിടയായി. അങ്ങനെ ദൈവസാന്നിധ്യം ഇറങ്ങിയ അവിടെ കേൾക്കാൻ ഒരു കൊടുമുടക്കമുണ്ട്, കാണാൻ പിളർന്ന അഗ്നിനാവുണ്ട്, അനുഭവിക്കാൻ അവിടെ ചിലതുണ്ടായിരിക്കും. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ദൈവ സാന്നിധ്യം ഇറങ്ങിയ കാണാനുണ്ട്, കേൾക്കാനുണ്ട്, അനുഭവിക്കാനുണ്ട്. ഇവിടെ ഈ ഭക്തന്മാർ പറഞ്ഞ വാക്ക് അതൊക്കെ തന്നെയാണ്. ഞാൻ ഈ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് വേദത്തെ ഒത്തിരി തെളിയിക്കേണ്ട ഭാഗമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു വിടുകയാ. അരിമനാഥനായ കർത്താവ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന് 3 പേരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിൽ കയറി പോയി. മറുമലയിൽ അവിടെ ചെന്ന് അവരോട് ചോദിച്ചു നോക്കിയാൽ ദൈവസാന്നിധ്യം ഇറങ്ങിയ കാണാനും കേൾക്കാനും അവരോട് ഉണ്ട്. സോറൻ ഹല്ലേലൂയ. സോറ കണ്ടോ? അവർ കണ്ടു. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ 1-2 അല്ല കണ്ടത്. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടുള്ളവനെ കണ്ടിട്ടില്ലാത്ത പോലെ കണ്ടു. യേശുവിനെ ഞങ്ങൾക്കറിയാം, ഞങ്ങളോടൊപ്പം ഉറങ്ങിയവനാ, ഞങ്ങളോടൊപ്പം നടന്നവനാ, ഞങ്ങളോടൊപ്പം ശുശ്രൂഷിച്ചവനാ, ഞങ്ങളോടൊപ്പം കഴിച്ചവനാ. പക്ഷെ അവനെ ഇന്നലെ കണ്ടതുപോലെ അല്ല ഞങ്ങൾ ഇവിടെ കാണുന്നത്. ഈ ലോകത്തിലെ ഒരലക്കുകാരനും അലക്ക് വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം വെളുത്തു വെണ്മയായി, അവന്റെ ഉദിച്ചു വരുന്ന ഒരു സൂര്യനെ പോലെ ശോഭിക്കാനിടയായി. ഇന്നലകളിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളവനെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത പോലെ കണ്ടു. എന്തോ കണ്ടു? കാണാൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. അവരെന്തോ കണ്ടു? ഇതുവരെ കണ്ടിട്ടുള്ളവനെ കണ്ടിട്ടില്ലാത്ത പോലെ കണ്ടു. പിന്നെ വല്ലതും കണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല
കണ്ടിട്ടില്ലാത്തവരെ ഞങ്ങൾ കണ്ടു. ഈ മോശ ഏലിയാവ് എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ കാണുന്നു. തൊട്ടു മുമ്പിൽ നിൽക്കുക പഴയ നിയമത്തിന്റെ ശക്തന്മാരായ പ്രവാചക ശബ്ദങ്ങൾ മുമ്പിൽ വരിക. അത് ആത്മതലം. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തതിന് ആത്മാവിൽ കാണുന്ന ആ വെളിപ്പാട് ആത്മതലം. ഇതുവരെ കണ്ടിട്ടുള്ളവനെ കണ്ടിട്ടില്ലാത്ത പോലെ കണ്ടു, കണ്ടിട്ടില്ലാത്തവരെ കണ്ടു, കണ്ടിട്ടില്ലാത്തത് കണ്ടു. ഷെക്കേനൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു ഷെക്കേന എന്നാന്ന്. കാണാനുണ്ട്. അടുത്തത് കേൾക്കാനുണ്ടായിരുന്നു. നോക്കി നിൽക്കുമ്പോ സ്വർഗം തുറന്ന് പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്ക. ഒന്ന് ശ്രോത്രം പറഞ്ഞ ഇതില് മീൻപിടുത്തക്കാരായി ഗലീലയുടെ ഓളങ്ങളിൽ മാത്രം തുഴയെറിഞ്ഞു പരിചയമുള്ളവൻ ഇവിടെ കേൾക്കുന്നത് രണ്ട് മനുഷ്യന്റെ വാക്കല്ല, അല്ല രണ്ട് വ്യക്തിത്വങ്ങളുടെ വാക്കല്ല. ഇതുവരെ ലോകത്തിൽ പലർക്കും കേൾക്കാൻ കഴിയാത്ത സർവശക്തനായ ദൈവത്തിന്റെ ഉണ്ടാകട്ടെ എന്ന് തന്റെ വാക്ക് ചലിപ്പിച്ചു പറഞ്ഞ ദൈവത്തിന്റെ അതേ ശബ്ദം അവരവിടെ കേൾക്കാനിടയായി തീർന്നു. കേൾക്കാനുണ്ട്, കാണാനുണ്ട്, അനുഭവിക്കാനുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ശ്രദ്ധിച്ചാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം പകർന്ന എല്ലാ വിടുതലുകളെ ഓർത്ത് ഒത്തിരി നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അഭിഷേകത്താൽ നിറയ്ക്കാനിടയായി. ഒരു നല്ല സ്തോത്രം പറഞ്ഞ വിടുതല് കർത്താവ് അയച്ച വിടുതലുകളൊക്കെ ഓർത്ത് കർത്താവിനെ ശ്രദ്ധിക്കുന്നു. ഇന്നലെ പകൽ സംസാരിച്ച കർത്തൃഭൃത്യൻ ഹല്ലേലൂയ പറഞ്ഞ രണ്ട് വാക്ക് അത് അതുപോലെ സഭയ്ക്കകത്ത് നടന്നു. ഒന്ന് അദ്ദേഹം രാവിലെയും വൈകിട്ടും പറഞ്ഞു, ഇമെയിൽ വഴിയായും ഫോൺ കോൾ വഴിയായും നിന്റെ വിഷയത്തിൽ വിടുതൽ ഇന്ന് വെളിപ്പെട്ടിരിക്കും. ഒരു നല്ല സ്തോത്രം പറ. ഇമെയിൽ വഴിയായി പ്രാർത്ഥിച്ച വിഷയത്തിൽ വെളിപ്പെട്ട വ്യക്തികൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഫോൺ കോളിൽ കൂടെ മറുപടി വന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഒരു നല്ല സ്തോത്രം പറ. അഭിഷക്ത തലങ്ങളിൽ കൂടെ പരിശുദ്ധയാത്മാവ് ഒരു വാക്ക് പറഞ്ഞെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, രാത്രിയാകുന്നതിന് മുമ്പ് മറുപടി നൽകിയ ദൈവ സ്നേഹത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയോ. സ്തോത്രം. സമയമില്ലല്ലോ. കൊരപുത്രന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്താ കണ്ടേ? അവർ പറഞ്ഞു, ഞങ്ങൾ 7 കാര്യം കണ്ടു. ഇവിടെ പറഞ്ഞ വാക്യം ഒന്നുകൂടെ വായിച്ചു, 8-ാം വാക്യം. മതി. ഉയരം കൊണ്ട് മനോഹരം എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ ഇംഗ്ലീഷിൽ കിടക്കുന്നത് നോക്കിയാൽ ബ്യൂട്ടിഫുൾ ഫോർ സിറ്റുവേഷൻ. ഉയരം കൊണ്ടല്ല, അവസ്ഥ കൊണ്ട് മനോഹരമാണ്. ശ്രദ്ധിക്കണേ. എന്തു കണ്ടു? മനോഹരത്വം കണ്ടു. എന്തോ കണ്ടു? ആലയത്തിനകത്തെ. ഒന്ന് സ്തോത്രം പറഞ്ഞ വിധരെ ഈ ദിവസങ്ങൾ ദൈവസന്നിധി താണ്ടിരുന്നപ്പോ ആലയത്തിനകത്ത് വെളിപ്പെട്ട ദൈവസാന്നിധ്യത്തിന്റെ മനോഹരത്വം ആത്മാവിൽ കണ്ട് ആ ദൈവിക ദർശനത്തിന്റെ വെളിപ്പാടുകളെ പ്രാപിച്ചവർ പറ, ഞങ്ങൾ ഇന്നലകളിൽ കേട്ടത് ഞങ്ങൾ ദിവസങ്ങളിൽ കണ്ടു. എന്തു കണ്ടു? അവന്റെ ആലയത്തിനകത്ത് അവന്റെ ജനം ഒന്നിച്ചാരാധിക്കുന്ന മണ്ഡലങ്ങളിൽ അവന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ആ മനോഹരത്വം ഞങ്ങൾ കണ്ടു. അത് പ്രാകാരത്തിലല്ല, അത് വിശുദ്ധ സ്ഥലത്തല്ല, അത് അതിപരിശുദ്ധ സ്ഥലത്തിൽ കൃപാസനത്തിനകത്ത് ഇറങ്ങി വരുന്ന ശക്തമേറിയ ദൈവ സാന്നിധ്യത്തിന്റെ മനോഹാരിത ഞങ്ങൾ കാണാനിടയായി. ഒന്ന്, മനോഹരത്വം കണ്ടു. 2, 3-ാം വാക്യം വായിച്ചു. ദുർഗമായി വെളിപ്പെട്ടു. 2, ഇസ്രയേലിന്റെ ദുർഗത്തെ കണ്ടു. ഇംഗ്ലീഷിൽ റെഫ്യൂജ് എന്ന വാക്കാ കിടക്കുന്നത്. ഇസ്രയേലിന്റെ അഭയസ്ഥാനത്തെ ഞങ്ങൾ കണ്ടു. ഒരു സ്തോത്രം പറ. അത് വിവരിക്കുന്നില്ല. സ്വതം ആ വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ആശ്രയം എന്ന പദത്തോട് ബന്ധപ്പെട്ട് വരുന്ന വാക്ക് അവിടെ കിടക്കുന്നത് ചിലർ കുതിരകളും ചിലർ രഥങ്ങളിലും ആശ്രയം. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ അത് തന്നെ കറക്റ്റാ പറഞ്ഞു. എന്നാ ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കുന്നല്ല, ഞങ്ങൾ അവന്റെ നാമത്തെ കീർത്തിക്കുമെന്ന്. നീ അവന്റെ നാമത്തെ ഉയർത്താനിടയായാൽ അവന്റെ നാമം ഇറങ്ങി വരാനിടയാകും. അതുകൊണ്ട് ആ സദൃശവാക്യം 18:10 യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. വെല്ലുവിളി വരുമ്പോ, പ്രശ്നം വരുമ്പോ, പോരാട്ടം വരുമ്പോ അവൻ തകരുമെന്നല്ല, അവൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാനിടയായി തീരും. 1, ഞങ്ങൾ മനോഹരത്വം കണ്ടു. 2, ദുർഗം കണ്ടു, അല്ലെങ്കിൽ ആ റെഫ്യൂജിനെ, ആശ്രയത്വത്തെ കണ്ടു. ഞാൻ ഒന്നും കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. അതിൻ്റെ 4 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ഇതും കണ്ടു. തൻ്റെ ജനം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാക്കന്മാർ കൂട്ടം കൂടി അവരൊന്നിച്ച് കടന്നുപോയി. അടുത്ത വാക്ക് വായിച്ചേ. ചിലത് അവർ കണ്ട്, രാജാക്കന്മാരെ നോക്കി നിൽക്കുന്ന ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ നോക്കുമ്പോൾ അവർ ചിലത് കണ്ട്, രാജാക്കന്മാർ ചിലത് കണ്ട് ഭയപ്പെട്ടു പോയി. മനസ്സിലായിരുന്നു സ്തോത്രം പറ. അത് പാട്ടുപാടുന്നവന്റെ കയ്യിലിരിക്കുന്ന കൈത്താളം കണ്ടേച്ചല്ല, രാജാവിന്റെ സിംഹാസനം കണ്ടേച്ചല്ല. അവിടെ അടുത്ത വാക്യം കൂടെ ചേർത്തൊന്ന് വായിച്ചു.
ആ മതി അവര് വിറച്ചുപോയി. അവിടെ കിടക്കുന്ന ദുർഗമായി വെളിപ്പെട്ടു വന്ന സർവശക്തന്റെ സാന്നിധ്യം സിയോനിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അത് കണ്ട രാജാക്കന്മാർ ഭയപ്പെട്ടു പോയി. ഈ ദിവസങ്ങൾ ദൈവസന്നി ഞാനും നീയും താണിരുന്നപ്പോ എന്റെ മേലും നിന്റെ മേലും ഇറങ്ങിയ മഹാരാജാവിന്റെ സാന്നിധ്യം കണ്ടപ്പോ അത് ചതുർഥ ശക്തികൾ അവർ ഭയപ്പെട്ടോടിപ്പോകാനിടയായി. അല്ലെങ്കിൽ നിന്നെ ബന്ധിച്ച, നിന്റെ തലമുറയെ ബന്ധിച്ച പാരമ്പര്യത്തിന്റെ വെല്ലുവിളികളെ ആത്മാവിശ്വാസി അവൻ ഭയപ്പെട്ടോടിപ്പോകത്തക്കവണ്ണം വിടുതലയച്ച സർവശക്തന്റെ സ്നേഹത്തെ ഓർത്ത് അല്പസമയം കരങ്ങളെ അടിച്ചു കർത്താവിന് സ്തോത്രം പറ. ഈ ഉപവാസത്തിന്റെ ഈ അവസാന സെക്ഷനിൽ സർവശക്തന്റെ പ്രവൃത്തി അല്പസമയം നന്ദി കരറ്റിക്കാട്ട് ദൈവത്തില്. നിന്നെ വിടുവിച്ച കർത്താവിന്, നമ്മെ സൗഖ്യമാക്കിയ കർത്താവിന്, നമുക്ക് ആരോഗ്യം തന്ന, നമുക്ക് ബലം തന്ന ആ ദൈവ സ്നേഹത്തെ പ്രൈസ്. 7 പോയിന്റ് എടുക്കുന്നില്ല. 1 മനോഹരത്തെ അവർ കണ്ടു, ഞങ്ങൾ കേട്ടു. മനോഹരത്തെ ഞങ്ങൾ ഇപ്പൊ കണ്ടു. 2 ഇസ്രായേലിന്റെ ആശ്രയത്തെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഞങ്ങൾ കണ്ടു. പണ്ട് രാജാക്കന്മാർ ഭയപ്പെട്ട് ഗോഗും മാഗോഗും ഒക്കെ ഓടിപ്പോയി ഞങ്ങൾ കേട്ടുണ്ട്, ഇപ്പൊ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് സ്തോത്രം പറ. ഈ പണ്ട് മാത്രമല്ലേ നടക്കുന്നേ, മനസ്സ് വെക്കാൻ ജനം തയ്യാറായി ഇപ്പോ നടക്കും. ഒരു സ്തോത്രം പറഞ്ഞത് പലപ്പോഴും നടക്കാത്തത് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടതല്ല, നമ്മുടെ മനസ്സിന് വന്ന പ്രശ്നമാ. ആത്മീയ മൂല്യച്യുതി നഷ്ടപ്പെട്ടത് കൊണ്ട് ആത്മീയ മൂല്യച്യുതിയിലേക്ക് മടങ്ങി വരാനിടയായാൽ ഇറങ്ങി വരാൻ സ്വർഗം തയ്യാറാകും. ഈ പിള്ളേര് 3 പേരും കൂടെ, കോരഹോത്രന്മാർ 3 പേരാ നമുക്കറിയാം. 3 പേരും കൂടെ അവസാനം എടുത്തൊരു തീരുമാനം കൂടെ വായിച്ച 14-ാം വാക്യം. ഇതൊക്കെ കണ്ടേച്ച് ഞാൻ 7 പോയിന്റ് എടുക്കുന്നില്ല, സമയം കഴിഞ്ഞു. ഇതെല്ലാം കണ്ട 7 കാര്യവും കണ്ടേച്ച് പറഞ്ഞു, ഈ ദൈവം ഉറക്കപ്പറ. ഈ വാക്ക് ചേർത്ത് പറഞ്ഞേ. ഉപവാസത്തിന്റെ അവസാന കർത്താവിന്റെ വിലാസ ദൈവനെ സംസാരിക്കാൻ പോകുക. ഇന്ന് നാം ഒന്നിച്ചു പറയുന്ന വാക്കിനകത്ത് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കും. ശതം നമുക്കൊന്ന് ചേർന്ന് പറയാം, ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാകുന്നു. ഒന്ന് പറ ദൈവത്തില്, ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാകുന്നു. അവൻ ഞങ്ങളെ മരണപര്യന്തം ജീവപര്യന്തം അവൻ വഴി നടത്താൻ വിശ്വസ്തന. അല്പസമയം കരങ്ങളെ അടിച്ചു കർത്താവിനൊന്ന് സ്തോത്രം പറ. ശബ്ദത്തോടെ പറഞ്ഞു, ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാകുന്നു. ഈ ദൈവം എന്നും എന്നേക്കും ഇറങ്ങി വന്ന് വിടുവിക്കുന്ന, സൗഖ്യമാക്കുന്ന ഈ ദൈവം എന്തും എന്നേക്കും ഞങ്ങളുടെ ദൈവമാകുന്നു. അന്ത്യം വരെ നടത്താൻ അവൻ വിശ്വസ്തൻ തന്നെയാണ്. ഉടവന വർഷവൽപവദന രഗദരഗടകൽ അസ്തരക്ഷവാദികത്ത വേദികച്ച വേദികത്തി വേദികച്ച അൽഹത്തം വക്ഷം വൽപ്പം. ആ ഉറപ്പിൽ നിന്ന്, ആ ധൈര്യത്തിൽ നിന്ന്, ആ ധൈര്യത്തിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാകുന്നു. അവൻ അന്ത്യം വരെ നടത്താൻ അവൻ വിശ്വസ്തൻ. അതല്ലേ ഭക്തനായ പൗലോസും പറഞ്ഞേ, ഞാൻ ഒരുവനെ അറിയുന്നു, അവൻ എൻ്റെ ഉപനദി, ആ ദിവസം വരെ നടത്താൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുക. കരങ്ങളെ വൃത്തിക്ക് അവനെ ശ്രദ്ധിച്ചാട്ടെ. സ്വതം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് എല്ലാവർക്കും കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ദൈവസഭയുടെ മുൻനിരയിൽ അധ്വാനിക്കുന്ന കർത്തദാസന്മാർ, പാസ്റ്റർ കെ ജോസഫ്, പാസ്റ്റർ ജേക്കബ് യേശുമണി, ഇവിടെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ഷിജു കെ വർഗീസ്, ഇവാഞ്ചലിസ്റ്റ് പ്രവീൺ ജോസഫ്, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, കർത്തദാസന്മാർ, ദൈവമക്കൾ, മാതാപിതാക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഉപവാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദീർഘദിവസങ്ങൾ ദൈവസനിൽ പ്രാർത്ഥനയോട് ഉപവാസത്തോടെ ആയിരിക്കാൻ ദൈവം കൃപ തന്നു. വളരെയധികം പേര് ദീർഘമായി പൂർണ്ണമായി 21 ദിവസം ഉപവസിപ്പാനിടയായി. അവരുടെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾപ്പാനിടയായത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഇരുന്നത് ഒരിക്കലും വ്യർത്ഥമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ദൈവം പകർന്നു. നേരത്തെ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചു, യേശുവിനോടുകൂടെ ഉയർന്ന മലയിൽ കയറുവാൻ ശിഷ്യന്മാരിൽ ആ 3 പേർക്ക് ദൈവം അവസരം നൽകി. കർത്താവിനോടുകൂടെ പ്രാർത്ഥനയുടെ ഉയർന്ന മലയിലായിരുന്നു. കർത്താവിനോടുകൂടെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഉയർന്ന മലയിലായിരുന്നു.
തേജസ്കരിക്കപ്പെട്ട യേശുവിനെ നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആത്മീകമായി പ്രാപിച്ച എല്ലാ കൃപകൾക്കായി നമുക്കിന്ന് പകൽക്കാലം കർത്താവിനെ സ്തോത്രം ചെയ്യുവാനിടയാണ്. അതിന് മുടക്കം വരരുത്. നമുക്കറിയാം, യേശു കർത്താവ് ആ 3 പേരെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി. പത്രോസ് പറയുന്നു, ഇവിടെ ഇരിക്കുന്നത് നല്ലത്. എന്നാൽ മലയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവർ അഭിമുഖീകരിച്ച 3 വിഷയങ്ങൾ അവിടെയുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 17-18 അധ്യായങ്ങളിൽ. ഒന്നാമത്തെ കാര്യം, തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളൊരു ചിന്ത. നമ്മുടെ ഇന്നത്തെ സമകാലിക ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഈഗോ പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, പ്രത്യേകിച്ച് 21 ദിവസം ഉപവസിച്ച എല്ലാവരോടും, ദൈവദാസന്മാരോടും ദൈവജനത്തോടും ഞാൻ ഓർപ്പിക്കാം, ഈ വിഷയം നമ്മെ ഇടവരും. എന്നാൽ ഒരു കാര്യം, തന്നെത്താൻ താഴ്ത്തുന്നവനെയാണ് ദൈവം ഉയർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ നിന്ന് എന്ത് പ്രാപിച്ചു എന്നുള്ള വിഷയമല്ല, അത് കഴിഞ്ഞ് നാം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വിഷയം. എൻ്റെ ഈഗോയ്ക്ക് ക്ഷതം സംഭവിച്ചാലും, ഞാൻ താഴ്ത്തപ്പെട്ടാലും സാരമില്ല, എൻ്റെ യേശു ഉയർത്തപ്പെടണമെന്ന് എത്ര പേര് തീരുമാനമെടുക്കും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വിഷയം കർത്താവ് പറഞ്ഞു, ഇടർച്ച വരും. എന്നാൽ ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം ഇടർച്ച വരുത്തുവാനിടയാകരുത്. നമുക്ക് തന്നെ ഇടർച്ച വരുത്തരുത്. നമ്മുടെ കണ്ണുകൾ നമുക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ, നമ്മുടെ നാവ് നമുക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ, അതിനെ കടിഞ്ഞാണിടുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. സ്തോത്രം. മറ്റുള്ളവർക്ക് നാം ഇടർച്ച വരുത്തരുത്. മറ്റുള്ളവരെ ബഹുമാനിപ്പാൻ, മറ്റുള്ളവരെ ആദരിപ്പാൻ, മറ്റുള്ളവരോട് ചേർന്നിരിപ്പാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് ദൂത് പറയുകയാണ്. മൂന്നാമത്തെ വിഷയം അവിടെ നാം കാണുന്നത്, നാം അന്യോന്യം ക്ഷമിക്കുന്നവരായിരിക്കണം. പത്രോസിന് ന്യായമായ ഒരു സംശയം ഉണ്ടായി, കർത്താവ് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? ഉടനെ കർത്താവ് പറഞ്ഞ മറുപടി എന്താ? 7 70 വട്ടം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ 490 പ്രാവശ്യം. അത്രയും മതിയോ? ഞാൻ കരുതുന്നത് അത് കഴിഞ്ഞ് വീണ്ടും 1 മുതൽ എണ്ണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, സ്തോത്രം, ആമേൻ, ദൈവം തന്ന കൃപകൾ ചോർന്നു പോകുവാൻ ഇടയാകരുത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവിക നിയോഗം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. കർത്താവിൻ്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടേണ്ടതിന് നമുക്കൊരു കാര്യം പറയാം, കർത്താവേ സ്തോത്രം, ക്ഷമിക്കുവാൻ ആമേൻ എനിക്ക് കൃപ തരണമേ. അങ്ങയുടെ സ്വഭാവം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരോട് ചേർന്നിരിപ്പാൻ എനിക്ക് കൃപ തരണമെന്ന് എത്ര പേര് ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? അങ്ങനെ നാം ചെയ്യുമെങ്കിൽ ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാകും. ഞാൻ വേഗത്തിൽ ദൈവം തന്ന ഒരു കൊച്ചു ദൂതിലേക്ക് പ്രവേശിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ആ വചനത്തിലൂടെ, ആ ഭാഗത്തൂടെ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ആധാരമായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. 2 Corinthians chapter 1 verse 19 and 20. അടുത്ത വാക്യം കൂടെ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ആ വാക്യം വളരെ സുപരിചിതമാണ്. പൗലോസ് പറയുന്നു, ഞാനാകട്ടെ, സിൽവാനാസ് ആകട്ടെ, തിമോത്തിയോസ് ആകട്ടെ, ഞങ്ങൾ ആര് തന്നെ ദൈവപുത്രനായ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആ യേശുവിൻ്റെ വാക്കുകൾ ഒരിക്കൽ യേസ് എന്ന് പറഞ്ഞെങ്കിൽ, ഒരിക്കൽ ഊവെന്ന് പറഞ്ഞെങ്കിൽ അവൻ വാക്ക് മാറ്റുന്നവനല്ല. കഴിഞ്ഞ ദിനങ്ങളിൽ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന ദൈവത്തിൻ്റെ ജനമേ, പൂർണ്ണമായോ ഭാഗികമായോ നിങ്ങൾ ഉപവസിച്ചു. ദൈവം തന്ന ശബ്ദങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം തന്ന വാഗ്ദത്തങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഒരു കാര്യം ഇന്ന് പകൽ ഞാൻ ഓർപ്പിച്ചു പറയുന്നു, അവൻ ഊവെന്ന് പറഞ്ഞെങ്കിൽ യെസ് ഐ വിൽ ഡു ഇറ്റ് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി കരുതും, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അവൻ വാക്ക് മാറ്റുന്ന ദൈവമല്ല. അവന്റെ വാഗ്ദത്തങ്ങൾ, അവന്റെ അനുഗ്രഹങ്ങൾ ഉറപ്പായി തന്റെ മക്കളുടെ മേൽ അവൻ തന്നിരിക്കുകയാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? Praise the Lord. All the blessings in Jesus Christ
ആർ ഷ്യൂർ. യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ എല്ലാ അനുഗ്രഹങ്ങളും ഉറപ്പുള്ളതാണ്, മാറിപ്പോകുന്നതല്ല. അതൊന്ന് വിശ്വസിപ്പാൻ എത്ര പേർക്ക് കഴിയും? സാഹചര്യങ്ങൾ ചിലപ്പോൾ അതിന് വിപരീതമായി നമ്മുടെ മുൻപിൽ തുടർന്നുള്ള ദിവസങ്ങൾ വന്നാലും അവിശ്വസിക്കരുത്, ക്ഷീണിച്ചു പോകരുത്. എൻ്റെ ദൈവം ബോഷ്ക്ക് പറയുന്നവനല്ല, എൻ്റെ ദൈവം വാക്ക് മാറ്റിക്കളയുന്നവനല്ല. എന്നോട് പറഞ്ഞ വാഗ്ദത്തം അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ വിപരീതമാണെങ്കിലും കാര്യങ്ങൾ അതിന് വ്യത്യസ്തമായി നീങ്ങുന്നെങ്കിലും എനിക്കൊരു കാര്യം അറിയാം, എന്നോട് ഊവെന്ന് പറഞ്ഞവൻ, എന്നോട് യെസ് എന്ന് പറഞ്ഞവൻ എനിക്ക് വേണ്ടി നിവർത്തിക്കുന്നവനാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. അവൻ്റെ വാഗ്ദത്തം ഞാൻ ഉറച്ചുകൊണ്ട് ആമേൻ, ഞാൻ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ മടങ്ങിപ്പോകും. ഞാൻ പതറുകയില്ല, ഞാൻ ക്ഷീണിക്കുകയില്ല, ഞാൻ തളർന്നു പോവുകയില്ല. എന്തുകൊണ്ട്? ബോഷ്ക്ക് പറയുന്നവനല്ല, വാഗ്ദത്തം നിവർത്തിക്കുന്നവനത്രേ എന്നോട് ഇന്ന് പകൽക്കാലം അരുളി ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ എത്ര പേർ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കും? ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നമുക്ക് പറയാം, അവിശ്വാസമേ ഞാൻ വിട പറയുകയാണ്, നിരാശയെ ഞാൻ വിട പറയുകയാണ്, ആമേൻ, ഭയമേ ഞാൻ വിട പറയുകയാണ്. എന്തുകൊണ്ട്? നിനക്കെന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തം അത് മാറ്റമില്ലാത്തതാണ്, അത് ഉറപ്പുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ചൂടാമാന രേഖാദായ സംദാ രാജ കുടമന വരവൽ പ്രമദന വൈഡമനാദൽ റീഗൽ പ്രമദ വൈഡമനാദല വൈഡമനേദൽ. യെസ്, ചൂടാമാന രേഖാദാല റൗഡാമാന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സമയത്തിന്റെ പരിമിതികളുകൊണ്ട് എടുക്കണ്ട. 93-ാം സങ്കീർത്തനം 5-ാം വാക്യം, 19-ാം സങ്കീർത്തനം 7-ാം വാക്യം വ്യക്തമായി പറയുന്നു, യുവർ ടെസ്റ്റിമണീസ് ആർ ഷ്യൂർ. നിന്റെ സാക്ഷ്യങ്ങൾ നിശ്ചയമുള്ളവയാണ്, നിന്റെ വചനം ഉറപ്പുള്ളതാണ്. സ്തോത്രം. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, നാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിലാണ്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങൾക്ക് മാറ്റം സംഭവിക്കത്തില്ല. കൂട്ടുകാര് പറഞ്ഞത് മാറിപ്പോകും, ആമേൻ, പ്രിയപ്പെട്ടവര് പറഞ്ഞത് നീങ്ങിപ്പോകും, അവര് പറഞ്ഞത് ആമേൻ ആമേൻ നിലനിൽക്കത്തില്ല. എന്നാൽ ഇന്ന് പകൽ ഈ ദിവസങ്ങളിൽ ദൈവം നിന്നോട് പറഞ്ഞത്, നിന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞത്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞത്, നിന്റെ തലമുറയെ കുറിച്ച് പറഞ്ഞത്, നിന്റെ ഉദ്യോഗത്തെ കുറിച്ച് പറഞ്ഞത്, നിന്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞത്, അത് മാറിപ്പോകത്തില്ല, അത് നിലനിൽക്കാൻ പോവുകയാണ്. ഓ റിഗാദാന റൗഡമാന ഹൽമനാദ വൈഡനാദ രേഗദായ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. എന്തൊക്കെയാണ് ദൈവത്തിന്റെ ഷ്യൂർ ബ്ലെസ്സിങ്സ്, ഉറപ്പുള്ള അനുഗ്രഹങ്ങൾ? 23-ാം സങ്കീർത്തനം 6-ാം വാക്യം നമുക്ക് ഒരുപക്ഷെ കാണാതെ അറിയാം. പ്രൈസ് ദി ലോർഡ്. കിങ് ജെയിംസിൽ ശ്രദ്ധിക്കുക, ഷ്യൂർലി ഗുഡ്നെസ് ആൻഡ് മേഴ്സി ഷാൽ ഫോളോ മീ. എത്ര പേർക്ക് ഇന്ന് സ്തോത്രം പറയാൻ കഴിയും? നിശ്ചയമായി നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരുമെന്ന് വിശ്വാസത്തോടെ എത്ര പേർക്ക് പറയുവാൻ കഴിയും? സ്തോത്രം, സ്തോത്രം. ഇന്ന് അനുഗ്രഹിച്ച് കടന്നു പോകുന്ന ദൈവമല്ല. സ്തോത്രം. ചില ദിവസങ്ങൾക്കേക്ക് മാത്രം അനുഗ്രഹം തരുന്നവനല്ല. ഇന്ന് പകൽ നിന്റെ ജീവിതകാലം മുഴുവനും ആമേൻ അവൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞെങ്കിൽ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പറയാമോ? നിശ്ചയമായി നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? ഞാൻ യഹോവയുടെ ആലയത്തിൽ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 21 ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഇരുന്നു. തീർന്നില്ല. ഓരോ ദിവസവും അവൻ്റെ സാന്നിധ്യം ഏറ്റെടുക്കുവാനിടയായി തീരട്ടെ. ഓരോ ദിവസവും അവനോട് ചേർന്നിരിക്കുന്ന, പറ്റിയിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോഴായാലും, ദൈവസഭയിലായിരുന്നാലും, കുടുംബ പ്രാർത്ഥനയിലായാലും അവൻ്റെ സാന്നിധ്യത്തോട് പറ്റിയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം. അവൻ നിന്നോട് കൂടെയുണ്ട്. അവൻ്റെ അനുഗ്രഹം നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. അവൻ്റെ നന്മ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. അവൻ്റെ കരുണ നിന്നോട് കൂടെയുണ്ട്. അത് തീർന്നു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ പറയട്ടെ, എന്താണ് ഈ അനുഗ്രഹങ്ങൾ? 5-ാം വാക്യം വായിച്ചാട്ട്. അടുത്തത്
പ്രൈസ് ദി ലോർഡ്. അവിടെ 3 പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. യു പ്രിപ്പയർ എ ടേബിൾ. ഒന്നാമത്തെ കാര്യം ഒരു ടേബിൾ, ഒരു മേശ. 2, നീ എൻ്റെ തലയെ എണ്ണ, ഓയിൽ. 3-ാമത്തെ കാര്യം മൈ കപ്പ് റണ്ണത്ത് ഓവർ. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. സ്തോത്രം പറയാമോ? മേശ ദൈവത്തിൻ്റെ കരുതലുകളെ കാണിക്കുന്നു. Table tells you of God's provision for you and for your family. നിനക്കും നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം കരുതുന്ന ദൈവമാണെന്ന് ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ശത്രുക്കൾ മുൻപാകെ ഇവൻ എന്ത് ഭവിക്കും, ഇവൾക്ക് എന്ത് ഭവിക്കും, ഈ കുടുംബത്തിന് എന്ത് ഭവിക്കും, പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവരുടെ മുമ്പാകെ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് വാഗ്ദത്തമായി പറയുന്നു, അവർ കാണുക, നീ തളരുകയല്ല, നീ ക്ഷയിക്കുകയല്ല, നിനക്ക് വേണ്ടി ദൈവം കരുതുന്ന ദൈവമാണ്. Glory to God. Praise the Lord. സമയമില്ലോടെ നിൽക്കാൻ ദൈവത്തിൻ്റെ കരുതൽ. അബ്രഹാമിന് വേണ്ടി ദൈവം കരുതി. അവൻ ദൈവത്തിന് പേരിട്ടു ജഹോവ ജായിറ, മൈ പ്രൊവൈഡർ. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. സ്തോത്രം. ഇന്ന് പകൽ ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുന്നു, ഈ ദൈവസനിൽ വന്നിരുന്നത് നിനക്ക് വെറുതെയല്ല. പ്രൈസ് ദി ലോർഡ്. ആരെനിക്ക് വേണ്ടി കരുതും, ആരെൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതും, ആരെൻ്റെ കാര്യവും കരുതും, ആരെൻ്റെ ബിസിനസ്സിന് വേണ്ടി കരുതും, ആരെൻ്റെ ഭാവിക്ക് വേണ്ടി കരുതുമെന്ന് നീ ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, കരുതുന്ന ഒരുവൻ, ആമേൻ, ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ഒരുവൻ. സ്തോത്രം, സ്തോത്രം. നീ തളരുകയല്ല, നീ തകരുകയല്ല, ആമേൻ, നിന്നെ ഉയർത്തുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ട്. ഈ വാഗ്ദത്തം വിശ്വാസത്താൽ അവകാശമാക്ക്. ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. Oh, diga baba ba shamdalara bagadan. Praise the Lord. Hallelujah. Hallelujah. Glory, 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 glory. Tukkamanadala vaidamanadala raudamanadal. Shudabala baraval prabadala vaidamanadal. Ridal prabada vaidamanadal. Yes, yes, yes. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഉയർത്തുന്ന ദിവസങ്ങൾ, എന്നെ മാനിക്കുന്ന ദിവസങ്ങൾ. ഹല്ലേലൂയ. രണ്ടാമത് അവിടെ കാണുന്നത് ഒരു എണ്ണയെക്കുറിച്ചാണ്. ആമേൻ. നീ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തരുന്ന കണ്ടിന്യൂഡ് ബ്ലെസ്സിങ്സിൽ രണ്ടാമത്തെ കാര്യം എ കോൺസ്റ്റന്റ് അനോയിന്റിങ്. നിലനിൽക്കുന്ന നിരന്തരമായ ഒരു അഭിഷേകം ദൈവം നമ്മുടെ മേൽ തരികയാണ്. 92-ാം സങ്കീർത്തനം. സ്തോത്രം, സ്തോത്രം. അല്ലെങ്കിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. അതുകൊണ്ട് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ കൊമ്പ് പോലെ ഉയർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. 22-ാം സംഘത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കാട്ടുപോത്തിൻ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളും. വശക്കേടിനൊരു സിംഹം പോലും, കാടിൻ്റെ രാജാവാണെങ്കിലും വശക്കേടിനൊരു കാട്ടുപോത്തിൻ്റെ കൊമ്പിന് നേരെ ചെന്ന് പെട്ടാൽ രക്ഷപ്പെടാൻ പ്രയാസമാ. അവിടെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, സ്തോത്രം, കാട്ടുപോത്തിൻ കൊമ്പുകൾക്കിടയിൽ എനിക്ക് വിടുതൽ തരുന്ന ഒരു ദൈവമുണ്ട്. രക്ഷയില്ല, ഇനിയും വിടുതലില്ലെന്ന് പലരും പറയുന്ന സാഹചര്യത്തിൽ സ്വർഗം പറയുന്നു, നിന്റെ കൊമ്പ് കാട്ടുപോത്തിൻ കൊമ്പ് പോലെ ഉയർത്തിക്കൊണ്ട്, ആമേൻ, രക്ഷയില്ലെന്ന് പലരും വിധി പറഞ്ഞ സ്ഥാനത്ത് ഇതാ സ്വർഗം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാണ്. ആമേൻ. ദൈവത്തിന്റെ അഭിഷേകം, ആമേൻ, നിന്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ എണ്ണ കുറഞ്ഞു പോകരുത്, ഈ അഭിഷേകം കുറഞ്ഞു പോകരുത്. ഈ നദിയിൽ കുടിക്കുമെങ്കിൽ ഇതാ ബലത്തോടെ മുന്നോട്ട് പോകുവാൻ. ഒരു ദൈവിക അഭിഷേകം ഇന്നിവിടെ വ്യാപരിക്കുന്നു. ആ ക്ഷീണം മാറട്ടെ, ആ ഭയം മാറട്ടെ, ആ നിരാശ മാറട്ടെ. ഇന്ന് പകൽ പറ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാം. നിന്റെ മുമ്പിൽ ശത്രു കെട്ടിയടച്ച മതിലുകളുണ്ട്. സ്തോത്രം.
അത് കണ്ടിട്ട് വന്നത് ചിലരോട് ദൈവാത്മാവ് ഇന്ന് പോൽക്കാലം പറയുന്നു, മതിൽ ചാടി കടക്കുന്ന ഇത്ര മതി, ഇതുവരെ മതിയെന്ന്. സ്തോത്രം. പിശാച് നിനക്ക് അതിരിടുമ്പോൾ ആത്മശക്തി പ്രാപിച്ച ദൈവവൈതലേ, അഭിഷേകം വ്യാപരിക്കുന്ന ദൈവവൈതലേ, അതിന് മീതെ കടക്കുവാൻ ഇന്ന് പകൽ കാട്ടുപോത്തിന്റെ കൊമ്പ്, കാട്ടുപോത്തിന്റെ ബലത്തോടെ ഇവിടുന്ന് മടങ്ങിപ്പോകട്ടെ ഈ അഭിഷേകം. ചുടമാൻ പ്രമദൽ വൈഡമനാദൽ ഈഗൽ പ്രമദൽ വൈഡമനാദൽ തുടാമാന വൈഡമാന. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം, എൻ്റെ പാനപാത്രം അത് സന്തോഷത്തെ കാണിക്കുന്നു. 16-ാം സംഗീതത്തിൽ നമുക്കറിയാം, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിറഞ്ഞ് കവിയുന്ന ദൈവിക സന്തോഷത്തിൻ്റെ ഉള്ളിൽ ഇന്ന് പകൽക്കാലം സ്വർഗം നമ്മെ ഇരുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രശ്നം വരുമ്പോൾ മാറിപ്പോകുന്ന സന്തോഷമല്ല കേട്ടോ, നഷ്ടം വരുമ്പോൾ മാറിപ്പോകുന്ന സന്തോഷമല്ല. സ്തോത്രം. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും നിറഞ്ഞു വരുന്നതായ കവിഞ്ഞൊഴുകുന്ന സന്തോഷമാണ്. കർത്താവ് പറയുന്നു, എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുടെ മേൽ തരികയാണ്. സ്തോത്രം. എന്തുകൊണ്ട്? എൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം തരുന്ന അനുഗ്രഹം ഉറപ്പുള്ളതാണ്, അത് മറന്നു പോകരുത്. ദൈവാത്മാവ് ചിലരോട് പറയുന്നു, ദൈവം ഒരുക്കുന്ന മേശ, ദൈവം പകരുന്ന എണ്ണ, ദൈവം നിറഞ്ഞ് കവിയുമാറാക്കുന്ന നിന്റെ പാനപാത്രം, നിന്റെ കപ്പ്, ആമേൻ, നിനക്ക് ലഭിച്ചത്. സ്തോത്രം. ഇന്ന് പകൽ സ്വർഗം പറയുന്നു, ആ സന്തോഷം ഒന്ന് നിറഞ്ഞു കവിയുവാനിടയാകട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന തീർന്നു കഴിയുമ്പോഴും ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ, ജോലി സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ, പഴയ അനുഭവങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, കരുതുന്ന ഒരുവൻ എന്നോട് കൂടെയുണ്ട്. സ്തോത്രം, സ്തോത്രം. ഏത് പ്രതികൂലം വരുമ്പോഴും അതിനെ ജയിപ്പാനുള്ള അഭിഷേകം എൻ്റെ മേൽ തന്നിരിക്കുന്ന ഒരു അഭിഷേകം എൻ്റെ മേലുണ്ട്. അത് മാത്രമല്ല, ഏത് പ്രതികൂലത്തെ, ഏത് നഷ്ടത്തെ, ഏത് വേർപാടിനെ, ഏത് കഷ്ടത്തെയും തരണം ചെയ്യുവാൻ, ഏത് വാക്കുകളെയും തരണം ചെയ്യുവാൻ കഴിയുന്ന ഒരു സന്തോഷമാണ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിരാശപ്പെടത്തില്ല, അതുകൊണ്ട് ഞാൻ ദുഃഖിക്കത്തില്ല. എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ കർത്താവ് കൂടെയുള്ളത് കൊണ്ട് ഈ പ്രതികൂലത്തിലും ഞാൻ സന്തോഷിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രബദല വൈഡമനാദൽ ശംബൽ പ്രബദല വൈഡമനാദൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം തരുന്ന നിലനിൽക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം സദൃശവാക്യം 23-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. Proverbs chapter 23 verse 18. സ്തോത്രം. For surely there is an end, and thine expectation shall not be cut off. ഉറപ്പുള്ള രണ്ടാമത്തെ കാര്യം, നിന്റെ പ്രത്യാശയ്ക്ക് ഉറപ്പുണ്ട്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഞാൻ അവിടെ ഒന്നും നിൽക്കുന്നില്ല, സമയമില്ല. ഒരു ദൈവ പൈതലിന് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ലോകപ്രകാരമുള്ളവർക്ക് പോലും പ്രത്യാശ കൈവിട്ട് പോയാൽ ജീവിതം തീർന്നു. There is nothing to look forward to. എതിർപ്പാർക്കുവാൻ ഒന്നുമില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അങ്ങനെയെങ്കിൽ ആത്മീകനായ നമുക്ക് ഒരു കാര്യം ഇന്ന് പകൽക്കാലം ഓർക്കണം. സ്തോത്രം. ദൈവം തരുന്ന പ്രൈസ് ദി ലോർഡ് പ്രത്യാശയാണ് നമ്മെ ധൈര്യത്തോടുകൂടെ നിർത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് പ്രത്യാശ? നമുക്ക് എബ്രായ ലേഖനത്തിലേക്കൊന്ന് വേഗം കടന്നു വരാം. 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. അത് നിശ്ചയവും ഉറപ്പുള്ളതും പ്രത്യാശയ്ക്ക് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതുമാണ്. പ്രൈസ് ദി ലോർഡ്.
അത് ഒരു നങ്കൂരമാണ്. ഹോപ്പ് ഈസ് ആൻ ആങ്കർ. നമുക്കറിയാം, പ്രതികൂലങ്ങളിൽ ഒരു കപ്പൽ കാറ്റിനാൽ ഉലയുമ്പോൾ ഒരു നങ്കൂരം ഇറക്കി അത് ഉറപ്പിക്കാറുണ്ട്. 27-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നു, ഈശാനമൂലിനെതിരെ, ആ കാറ്റിനെതിരെ ആ കപ്പൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവർ 4 നങ്കൂരങ്ങൾ ഇറക്കി. ഇവിടെ പറഞ്ഞിരിക്കുന്നു, പ്രത്യാശ ഒരു വിശ്വാസിക്ക് നങ്കൂരമാണ്. വിശ്വാസത്തിൻ്റെ പടക് തകർന്ന് ഉലഞ്ഞു പോകാതിരിക്കേണ്ടതിന് ഈ നങ്കൂരം ഇറക്കുവാൻ ഇന്ന് പകൽ നമുക്കിടയായി തീരട്ടെ. എന്താണ് നമ്മുടെ പ്രത്യാശ? എന്താണ് നമ്മുടെ പ്രത്യാശ? നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നാം കർത്താവിൻ്റെ സന്നിധിയിലിരുന്നു ദൈവകൃപ പ്രാപിച്ചു നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്, വാഗ്ദത്തം ചെയ്തവൻ മടങ്ങി വരാൻ പോകുകയാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഷ്യൂർലി ഐ കം ക്വിക്ക്ലി. ഇതാ നിശ്ചയമായി ഞാൻ വേഗം മടങ്ങി വരുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പൈതലേ, ബോഷ്ക്ക് പറയാത്ത കർത്താവാണ് നമ്മോട് പറഞ്ഞത്, ഞാൻ മടങ്ങി വരുന്നെന്ന്. നമുക്കിനി വേറെ തെളിവുകളോ ലക്ഷണങ്ങളോ ഒന്നും നോക്കണ്ട. അവൻ പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ളതായ ദൈവവചനമാണ്. ദൈവവചനത്തിൽ അടിയുറച്ച് പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ ഇന്ന് പകൽ നമുക്കിടയായി തീരട്ടെ. മൂന്നാമത്തെ ഉറപ്പുള്ള കാര്യം, നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം. നിശ്ചയമായ മൂന്നാമത്തെ കാര്യം നമ്മുടെ വായിക്കുന്നു, ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. ലക്ഷണവിദ്യ യാക്കോബിൻ്റെ മേൽ ഫലിക്കത്തില്ല. സ്തോത്രം. ഇവിടെ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കളെ, ഒരു കാര്യം ഓർത്തോണം, കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനും അവൻ്റെ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൻ്റെ സന്തോഷം നിറഞ്ഞു കവിയുന്ന നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യാശയിൽ നാം വർദ്ധിച്ചു വരുന്നെങ്കിൽ, പിശാചിനെ, അവൻ്റെ അനുഭവങ്ങളെ നീ പേടിക്കണ്ട കേട്ടോ. ഞാനൊരിക്കൽ എവിടെയോ പറഞ്ഞു, എൻ്റെ ട്രാൻസ്ലേഷനിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഷ്യൂർലി നോ ഓമൻ. ഒരു ഓമനും ഇസ്രായേലിന് നേരെ ഫലിക്കത്തില്ലെന്ന്. ഇന്ന് പലരും പറയുന്നൊരു കാര്യമുണ്ട്, ബാഡ് ഓമൻ. യാത്ര പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പൂച്ച കുറുക്ക ചാടിയാൽ യാത്ര മുടക്കുന്ന പെന്തിക്കോസുകാരുമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളാരും സ്തോത്രം പറയുന്നില്ല. ചില കല്യാണങ്ങൾക്കൊക്കെ പ്രാർത്ഥിച്ച് മണവാളിനെയോ മണവാട്ടി ഇറക്കാൻ ചെല്ലുമ്പം ഒരു കുശുകുശുപ്പ്, ഒരു ബഹളമൊക്കെ ഉണ്ട്. അയ്യോ പാസ്റ്റർ പ്രാർത്ഥിക്കാനൊക്കത്തില്ല, അമ്മാച്ചൻ വന്നിട്ടില്ല. അപ്പം ആദ്യമൊക്കെ നമുക്ക് ഇത് മനസ്സിലാകത്തില്ലായിരുന്നു, നമ്മളും വിചാരിച്ചു ശരിയായിരിക്കുമെന്ന്. 10:30 കഴിയുമ്പോഴത്തേക്ക്, നീ അമ്മാച്ചൻ വന്നില്ലേലും സാരമില്ല, പ്രാർത്ഥിച്ചോ. എന്താ കാര്യം? ചില സമയങ്ങൾ നോക്കും. രാഹു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. സ്തോത്രം. ഈ ലോകത്തിൻ്റെ ഒരു ലക്ഷണവിദ്യ, ഒരു ആഭിചാരം, സ്തോത്രം, അതിൻ്റെ ഒരു കാര്യവും നിനക്ക് ഫലിക്കത്തില്ല കേട്ടോ. സ്തോത്രം, സ്തോത്രം. എന്തുകൊണ്ട്? നീ യേശു ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്, സ്വതന്ത്രയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാം, ആമേൻ, എനിക്ക് വിശ്വാസമുണ്ട്, ഇത് ഫലിക്കത്തില്ല, ഇതെന്നെ തൊടത്തില്ല. ഞാൻ യേശുവിന്റെ രക്തത്താൽ മറയ്ക്കപ്പെട്ടവളാണ്. ഈ ധൈര്യത്തോടെ, ഈ ബലത്തോടെയാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആഭിചാരം ഇസ്രായേലിനും ലക്ഷണവിദ്യ യാക്കോബിനും ഫലിക്കത്തില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ആമേൻ, ആമേൻ, നമ്മിലുള്ളവൻ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എത്ര പേർക്കൊന്ന് കരമുയർത്തി പറയാൻ കഴിയും? എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് ആമേൻ, എനിക്ക് ആമേൻ ജയമുണ്ട്, എനിക്ക് മുന്നേറ്റമുണ്ട്, ആമേൻ, എനിക്ക് സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കിന്ന് പകൽ ആ ദൈവവചനത്തിൽ ഒന്ന് ഉറയ്ക്കാം. അവൻ നമുക്ക് സഹായകനായി. നേരത്തെ നാം കേട്ടൊരു വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറയുന്നു, യാക്കോബേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്,
എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്തോത്രം. എത്ര പേർക്ക് ആ വാഗ്ദത്തം ഇന്ന് വിശ്വസിപ്പാൻ കഴിയും? അവൻ്റെ നീതിയുള്ള വലങ്കൈ എന്നോട് കൂടെയുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ ദീർഘമായി ഉപവസിച്ചു, അല്ല ഭാഗികമായി ഉപവസിച്ചു. ദൈവത്തിൻ്റെ വചനം എനിക്ക് കിട്ടി. ഇന്ന് പകൽക്കാലം ആമേൻ കർത്താവിൻ്റെ ആമേൻ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ഞാൻ മടങ്ങിപ്പോകുമ്പോൾ, സന്തോഷത്തോടെ ഞാൻ മടങ്ങുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറയ്ക്കുന്നു, വലങ്കൈ എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ആമേൻ പിശാചിന്റെ ഒരു ശക്തി ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ ധൈര്യത്തോടെ മുന്നോട്ട് പോകും. എൻ്റെ തലമുറയെ പിശാചിന് ഒതുക്കുവാൻ കഴിയത്തില്ല. എൻ്റെ തലമുറ പിശാചിനെ മണ്ഡലങ്ങളെ തകർക്കും. അത് യേശുവിൻ നാമത്തിൽ ഞാൻ അവകാശമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സന്തോഷത്തെ പിശാചിന് തകർക്കുവാൻ കഴിയത്തില്ല. എൻ്റെ കുടുംബത്തെ പിശാചിന് തകർക്കുവാൻ കഴിയത്തില്ല. എൻ്റെ ബിസിനസ്സിനെ അവന് തൊടുവാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുകയാണ്. എത്ര പേര് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്ത് ആരാധിക്കും? ശക്തിയോടെ എത്ര പേര് ആരാധിക്കും? ഇന്ന് പകൽ അത് ഏറ്റെടുക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Oh, in the mighty name of Jesus, in the mighty name of Jesus, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ദൈവസഭയുടെ മേൽ ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. പുതിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. പുതിയ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. അനേകർ ദൈവകൃപയെ കടന്നു വരട്ടെ. ഓ ശരദാന വൈഡമാന ലുഡമാന രേഗാദായ തുൽമനഗാദല വൈഡമനാദല ഉന്മനഗാദൽ വൈഡമനാദൽ ദീപന ബൗഡമനാദല വൈഡമനാദൽ ജൂഡമനാദൽ വൈഡാദാദൽ. ഗ്ലോറി 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 ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. ഞാൻ വെറുതെ പറയല്ല, പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുന്നു. പല കാരണങ്ങൾ പറഞ്ഞ് ഇതുകൊണ്ടാണ് മുന്നേറ്റമില്ലാത്തത്, ഇതുകൊണ്ടാണത് അനുഗ്രഹത്തിലേക്ക് വരാത്തതെന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ ആ വിചാരം ആമേൻ ഇസ്രായേലിന് ഫലിക്കത്തില്ല. ലക്ഷണവിദ്യ നിശ്ചയമായി യാക്കോബിനെ തൊടുവാൻ ഇടയാകത്തില്ല. അതല്ല, ഇന്ന് പകൽ നീ പ്രതിഷ്ഠ പുതുക്കിയെങ്കിൽ, ഇന്ന് പകൽ തീരുമാനം പുതുക്കിയെങ്കിൽ, ഭക്തിയോടെ ദൈവത്തെ സേവിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, കുറിച്ചിട്ട് എഴുതി വെച്ച് സ്തോത്രം പറഞ്ഞു, ഇതാ നിന്റെ ബിസിനസ് പ്രോസ്പർ ചെയ്യാൻ പോകുകയാണ്. ഓ, നിന്റെ വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. നിന്റെ ആമേൻ തലമുറയ്ക്ക് വേണ്ടി ആമേൻ ഇതാ കെട്ടുപണി ഒരുങ്ങാൻ പോകുകയാണ്. ആത്മാവിൽ ദൂത് ഏറ്റെടുക്കുക. In the name of Jesus. Glory to God. Glory to God. Glory to God. ദുർഗമനാദല വൈഡമനാദൽ. ഇന്ന് പകൽ നമുക്ക് ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിക്കാം. യേശു കർത്താവിൻ്റെ വാക്കിന് മാറ്റമില്ല. അവനിൽ എത്ര വാഗ്ദത്തമുണ്ടെങ്കിലും ഒന്നുപോലും നിഷ്ഫലമായി പോകത്തില്ല. തൻ്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്ത എല്ലാ നല്ല വാഗ്ദാനങ്ങൾ വെച്ച് ഒന്നുപോലും നിഷ്ഫലമായി പോയില്ല. അങ്ങനെയെങ്കിൽ എത്ര പേര് പറയും? ആ നമ്മുടെ കുറിവാക്യം അവസാനിക്കുന്ന ഇങ്ങനെയാണ്. പൗലോസ് പറയുന്നു, അതുകൊണ്ട് ദൈവത്തിന് മഹത്വം വരുമാറ് ഞങ്ങളെല്ലാവരും വിശ്വാസത്തോടെ ആമേൻ എന്ന് പറയുകയാണ്. നിരാശ വിട്ട് ഞങ്ങൾ ആമേൻ പറയുകയാണ്. അവിശ്വാസം വിട്ട് ആമേൻ പറയുകയാണ്. ഭയം വിട്ട് ഞങ്ങൾ ആമേൻ പറയുകയാണ്. ആ വാഗ്ദത്തം ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ ദിവസം അങ്ങ് എന്നോട് സംസാരിച്ച വാഗ്ദത്തം, അങ്ങയുടെ ദാസനിലൂടെ സംസാരിച്ച വാഗ്ദത്തം, വചനത്തിലൂടെ എനിക്ക് തന്ന വാഗ്ദത്തം, ആമേൻ ആമേൻ ആമേൻ, ഒരു ദർശനത്തിലൂടെ ആമേൻ, ഒരു സ്വപ്നത്തിലൂടെ എന്ന പോലെ ദൈവം തന്ന വാഗ്ദത്തം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നത് ഇന്ന് പകൽ ഞാൻ വിശ്വാസത്താൽ അവകാശമാക്കുന്നു. അത് ദൈവത്തിന് മഹത്വം വരുമാറ് ഞാൻ പറയുന്നു ആമേൻ. എത്ര പേര് വിശ്വാസത്തോടെ ആമേൻ പറയും? കരമുയർത്തിപ്പിടിച്ചുകൊണ്ടൊരു ശക്തിയോടൊരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്വർഗം നമ്മെ മാനിക്കും, സ്വർഗം നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട ദൂതിൻ്റെ മുമ്പിൽ നമുക്കൊരു നിമിഷം സമർപ്പിക്കാം. കർത്താവിൻ്റെ മേശയിലേക്ക് നാം അടുത്തു വന്ന് നാം കൂട്ടായ്മ ആമേൻ പുതുക്കുന്നതായ കർത്താവിനോടുള്ള കൂട്ടായ്മ, തമ്മിലുള്ള കൂട്ടായ്മ പുതുക്കുന്ന ഒരു പകൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരികയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചാട്ടെ. വളരെ വേഗത്തിൽ നാം കർത്താവിൻ്റെ മേശയിലേക്ക് പ്രവേശിക്കുന്നു. യേശു കർത്താവ് തൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന 2 കൽപ്പനകൾ. ഒന്ന്, ഒരിക്കലായി അനുഷ്ഠിക്കുന്ന വിശ്വാസ സ്നാനം. ഇന്ന് രാവിലെ 7 പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിപ്പാൻ ദൈവം കൃപ കൊടുത്തു. നാം സ്നാനമേൽക്കുമ്പോൾ നാം വിളിച്ചു പറയുന്ന കാര്യം, യേശുവിൻ്റെ മരണ, അടക്ക,
പുനരുത്ഥാനത്തോട് ഞാൻ ഏകീഭവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പറയുന്നു, സ്നാനപ്പെട്ടവരെ കർത്താവ് സഭയോട് ചേർത്തു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ അടക്കം, അവൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം ഏകീഭവിക്കുക മാത്രമല്ല, ദൈവസഭയോട് ഞാൻ ഏകീഭവിച്ചു. ഞാൻ ദൈവസഭയിലായി തീർന്നു. ഞാൻ ദൈവസഭയുമായി ഒരനുഭവത്തിൽ മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ കൽപ്പനയാണ് തിരുമേശ. ഈ മേശയിലേക്ക് നാം കൈനീട്ടുമ്പോൾ നാം വിളിച്ചു പറയുന്നു, കർത്താവിനോടും ദൈവസഭയോടും കൂടെ ഐക്യമെത്തിപ്പെട്ട ആ അനുഭവത്തിൽ തന്നെ ഞാൻ ഇന്നും നിലനിൽക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ ബന്ധത്തിൽ നിലനിൽക്കുന്ന, ആ ബന്ധം പവിത്രതയോട് സൂക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ മേശമേൽ പങ്കുകൊള്ളുവാൻ അനുവാദമുണ്ട്. വേഗത്തിൽ ഇതിൽ പങ്കുകൊള്ളുവാനുള്ള യോഗ്യത കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയോ പരിശുദ്ധാത്മാഭിഷേകത്തിൽ വിശ്വസിച്ച് കാത്തിരിക്കുകയും വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തോടും ദൈവസഭയോടും കൂട്ടായ്മ ആചരിക്കുന്ന ഏവർക്കും ഇതിൽ പങ്കുകൊള്ളുവാൻ അനുവാദമുണ്ട്. പത്യമായ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. ലോകത്തിൻ്റെ ആഡംബരങ്ങളിൽ, ലോകത്തിൻ്റെ ആഭരണങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് ഇതിൽ പങ്കുകൊള്ളുവാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. എന്നാൽ സ്തോത്രം, അതിനെയെല്ലാം വെടിഞ്ഞ്, അതിനോടെല്ലാം വിട പറഞ്ഞ് ദൈവവചനപ്രകാരം വിശുദ്ധിയോട് ജീവിക്കുന്ന എല്ലാവർക്കും ഇതിൽ പങ്കുകൊള്ളുവാൻ അനുവാദമുണ്ട്. ശ്രദ്ധിക്കുക, ഇത് PMG സഭയുടെ മേശയല്ല, ഇത് കർത്താവിൻ്റെ മേശയാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഈ പറയുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും നാം ക്രിസ്തുവിൽ ഒന്ന് എന്നുള്ള മനോഭാവത്തോടെ ഇതിൽ പങ്കുകൊള്ളുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ അനുവദിക്കുകയാണ്. ഈ മേശയിലേക്ക് നാം അടുത്തു വരുമ്പോൾ നാം ധ്യാനിക്കേണ്ട ദൈവവചനം ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ വായിക്കും. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വേദഭാഗവും, കൊരിന്ത്യ ലേഖനം തന്നെ 10-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളും കൂടെ കർത്താവിൻ്റെ ദാസൻ ഇവിടെ വായിക്കുന്നതായിരിക്കും. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേകിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 16-ഉം 17-ഉം വാക്യം കൂടെ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശികളാകുന്നുവല്ലോ. ഈ മേശയിലേക്ക് നാം അടുത്തു വരുമ്പോൾ ഈ 2 വേദഭാഗങ്ങൾ ഓർപ്പിക്കുന്നു. 5 കാര്യങ്ങൾ നാം ഓർക്കണം. 1, ലുക്ക് ബാക്ക് ടു ദ ക്രോസ് ഓഫ് കാൽവറി. കാൽവറി ക്രൂശിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. കർത്താവ് പറഞ്ഞു, ഇത് എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി താനൊരു യാഗമായി തീർന്നു. ആ ക്രൂശിലേക്ക് നോക്കി അവൻ്റെ പഞ്ചമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ മേശമേൽ നാം പങ്കുകൊള്ളുവാൻ. നാം വഹിക്കേണ്ട ശിക്ഷ, നാം കൊള്ളേണ്ട അടി, നാം അനുഭവിക്കേണ്ടതായ ആ അനുഭവങ്ങൾ എൻ്റെ യേശു എനിക്ക് വേണ്ടി അനുഭവിച്ചു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ ആ ക്രൂശിനെ ധ്യാനിക്കണം. അവൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പറയണം, യേശുവേ, അങ്ങെനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു, അങ്ങെനിക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ടു, എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷയാണ് അങ്ങയുടെ മേലാക്കി തീർത്തത്. രണ്ടാമത്തെ കാര്യം, ലുക്ക് ഫോർവേഡ് ടു ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിലേക്ക് കണ്ണുയർത്തി നോക്കണം. അതാണ് രണ്ടാമത് ഈ മേശ നമ്മോട് പറയുന്നു. സ്തോത്രം. കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായി.
എന്നാൽ ഇത് പറയുന്നു, കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. ഈ മേശ വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുന്നു, അവൻ ഇതുവരെയും വന്നിട്ടില്ല. പ്രത്യാശ പുതുക്കിക്കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊന്ന് നോക്കാം. ഒരു കാര്യം നമുക്ക് പറയാം, എൻ്റെ യേശു വരാറായി, എൻ്റെ യേശു വരാറായി. സ്തോത്രം. കഷ്ടതയില്ലാത്ത, രോഗമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, ആമേൻ, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു ദേശത്തേക്ക് എന്നെ കൊണ്ടുപോകുവാൻ എൻ്റെ യേശു വരാറായി. പ്രത്യാശയുള്ളവർ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. മൂന്നാമത് ഈ മേശ വിളിച്ചു പറയുന്നു, അയോഗ്യമായ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ കൽപ്പനകളോടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഞാൻ കർത്താവിനോട് പറഞ്ഞ തീരുമാനങ്ങളിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ? സ്തോത്രം. നമ്മുടെ ഉള്ളിലേക്ക് നോക്കി എക്സാമിൻ വിതിൻ അവർ സെൽഫ്സ്. നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് പറ, എൻ്റെ ഹൃദയത്തിലെ വാക്കുകൾ, എൻ്റെ നിരൂപണങ്ങൾ, എൻ്റെ നാവിലുള്ളതായ സംസാരങ്ങൾ, എൻ്റെ കൊടുക്കുവാങ്ങൽ എവിടെങ്കിലും ദൈവവചനം വിട്ടുപോയിട്ടുണ്ടോ? എവിടെങ്കിലും കൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? എവിടെങ്കിലും വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എവിടെങ്കിലും പ്രമാണത്തിൽ ഞാൻ അകന്നു പോയിട്ടുണ്ടോ? കർത്താവേ, ഇന്ന് പകൽക്കാലം അവിടുന്ന് എന്നെ കഴുകി വെടിപ്പാക്കണമേ. നാലാമത് ഈ മേശയിലേക്ക് അടുത്തു വരുമ്പോൾ, പലരായ നാം ഒരപ്പത്തിൻ്റെ അംശികളാണ്. പല കുടുംബങ്ങളിൽ, പല ദേശങ്ങളിൽ, പല അനുഭവങ്ങളായിരുന്നു നമുക്ക്. ഒന്നിച്ചുകൂടി ഈ ഒരപ്പം നുറുക്കുവാൻ ദൈവം കൃപ തന്നു. നാം ക്രിസ്തുവിൽ ഒന്നാക്കി ദൈവം നമ്മെ തീർത്തു. ആ അനുഭവം തന്നെയാണോ? ആരോടെങ്കിലും കയ്പായിട്ടുണ്ടോ? ആരോടെങ്കിലും അനുഭവമുണ്ടോ? കർത്താവ് ഇന്ന് നമ്മെ ഓർപ്പിച്ചു, നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കണം. ന്യായം നമ്മുടെ പക്ഷത്തായിരിക്കാം. ആമേൻ. നാം പറഞ്ഞതും നാം ചെയ്തതും ശരിയായിരിക്കാം. പക്ഷെ ന്യായം നോക്കി നിൽക്കുകയല്ല, മനഃപൂർവ്വമായി, ഹൃദയപൂർവ്വമായി, ആമേൻ, സഹോദരനോട്, സഹോദരിയോട് ക്ഷമിച്ചുകൊണ്ട് കൂട്ടായ്മയുടെ വലം കൈ കൊടുത്ത് ചേർന്നിരിപ്പാൻ ഇന്ന് പകൽ എത്ര പേർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും? ഒരു നിമിഷം പറ, കർത്താവേ, സ്തോത്രം, സ്തോത്രം, ഞാനത് വിട്ടുകളയുന്നു, ഞാനത് ക്ഷമിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനോട് ക്ഷമിക്കണമേ. ഞാൻ ഈ ശുശ്രൂഷ കഴിഞ്ഞാലുടൻ എൻ്റെ പ്രിയപ്പെട്ടവനോട്, എൻ്റെ പ്രിയപ്പെട്ടവളോട്, വീട്ടിലുള്ളവരാകട്ടെ, ആമേൻ, കുടുംബത്തിലുള്ളവരാകട്ടെ, ആമേൻ, 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 ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നവരാകട്ടെ, സ്തോത്രം, ഞാൻ നിരന്നുകൊള്ളാം. ഞാൻ കർത്താവേ ഒരുപോലെ ഒന്നു ചേർന്നിരുന്ന് മുന്നോട്ട് പോകാമെന്ന് എത്ര പേര് ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കും? അഞ്ചാമതായി ഈ മേശ വിളിച്ചു പറയുന്നു, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്. അഞ്ചാമത് ഈ മേശയിലേക്ക് അടുത്ത് വരുമ്പോൾ ഓർക്കണം, എൻ്റെ കർത്താവിനോടുള്ള കൂട്ടായ്മ ഞാൻ പുതുക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ്റെ വചനത്തിൽ പങ്കുകൊണ്ട്, ആമേൻ, അവൻ്റെ ശരീരത്തിനും രക്തത്തിനും പ്രതീകമായ ഈ അപ്പവീഞ്ഞുകളിൽ നിന്ന് പങ്കുകൊള്ളുമ്പോൾ എൻ്റെ യേശുവിനോടുള്ള കൂട്ടായ്മ പുതുക്കുക മാത്രമല്ല, അവൻ്റെ ജീവൻ എന്നിൽ വ്യാപരിക്കുകയാണ്, അവൻ്റെ സന്തോഷം എന്നിൽ വ്യാപരിക്കുകയാണ്, അവൻ്റെ കരുണ, ആമേൻ, എന്നിൽ വ്യാപരിക്കുകയാണ്. ആ കൃപയോടുകൂടെ ഞാൻ ഇന്ന് പകൽക്കാലം ഈ മേശയിൽ പങ്കുകൊള്ളു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദ ലോർഡ്. നാം ഈ മേശയിലേക്ക് പങ്കുകൊള്ളുവാൻ പോകുന്ന ഈ അവസരത്തിൽ ഒരു നിമിഷം നമുക്കെല്ലാം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ക്രൂശിനെ നമുക്കൊന്ന് ധ്യാനിക്കാം. അവൻ്റെ കഷ്ടാനുഭവങ്ങളെ നമുക്ക് ഓർക്കാം. സമയത്തിൻ്റെ പരിമിതികളുകൊണ്ട് ആ വേദഭാഗം ഒന്നും വായിക്കുന്ന എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ചാട്ട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. കർത്താവിന് വേണ്ടി ഞാൻ ഇനി ജീവിക്കും. കഴിഞ്ഞ ദിനങ്ങളിൽ അങ്ങയുടെ പാദപീഠത്തിലിരുന്നു പ്രാർത്ഥിക്കുവാനും ഉപവസിപ്പാൻ എനിക്ക് കൃപ തന്നു, വാഗ്ദത്തങ്ങൾ എനിക്ക് തന്നു, ദൈവിക അനുഗ്രഹങ്ങൾ തന്നു. എന്നാൽ അങ്ങയുടെ കൂട്ടായ്മയില്ലാതെ, അങ്ങയുടെ സാന്നിധ്യമില്ലാതെ, അങ്ങയോടുള്ള സന്തോഷം പുതുക്കാതെ ഞാൻ മടങ്ങിപ്പോയാൽ എനിക്കൊന്നും ലഭിക്കുകയില്ലല്ലോ. എന്നാൽ ഇന്ന് ആ സന്തോഷം പൂർണ്ണമാകുവാനായി അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ തരണമേ, അങ്ങയുടെ കൃപ എൻ്റെ ഉള്ളിൽ തരണമേ, അങ്ങയുടെ ആമേൻ ബലം എൻ്റെ ഉള്ളിൽ തരണമേ എന്ന് എത്ര പേര് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു കർത്താവിനെ കോടതികളിൽ മാറി മാറി വിസ്തരിച്ച് എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിനെ ധ്യാനിക്കട്ടെ. ഏറ്റവും ഒടുവിലായി പീലാത്തോസിൻ്റെ കോടതിയിൽ അവനെ കൊണ്ടുവന്നു. അതിനു മുമ്പ് തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു, അവൻ്റെ മുഖത്തെ രോമം പിഴുതെടുത്തു, അവൻ്റെ കണ്ണ് കെട്ടി കന്നത്തടിച്ച്, ഹേ പ്രവാചക, നിന്നെ അടിച്ചത് ആരെന്ന് പ്രവചിക്കുക. പീലാത്തോസിൻ്റെ കോടതിയിൽ വിസ്തരിച്ചപ്പോൾ കോടതി പരാമർശിച്ചു, ഇവനിലൊരു കുറ്റവും കാണുന്നില്ല. എന്നാൽ വിധി വന്നപ്പോൾ കോടതി വിധിച്ചത് ഇവനെ കൊണ്ടുപോയി 39 പ്രാവശ്യം റോമപ്പടയാളിയുടെ ചമ്മട്ടി കൊണ്ട് അടിച്ച് മുറിവേൽപ്പിക്കുവാനാണ്. യൗവനയുക്തനായ എൻ്റെ യേശുവിനെ അവർ കൊണ്ടുപോയി പടയാളിയുടെ ചമ്മട്ടി കൊണ്ട് 39 പ്രാവശ്യം അവൻ്റെ പുറത്തടിച്ചു. അവൻ്റെ മാംസം പോലും
പറഞ്ഞു പോണു. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നത്തക്കവണ്ണം അവർ അവനെ വിരൂപമാക്കി. വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് വിസ്തരിച്ച കോടതി പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടാനുസരണം കൊണ്ടുപോയി അവനെ ക്രൂശിക്കുക. ഒരു പച്ച പൈൻമര കുരിശ് അവർ യേശുവിൻ്റെ മുതുകത്തെടുത്ത് വെച്ചു. വീണുവെഴുന്നേറ്റും വേച്ച് അവൻ ഗോൽഗോഥായിലെത്തി. അവിടെ അവർ 3 ആണികളാൽ ആ കുരിശിനോട് ചേർത്ത് അവനെ ബന്ധിച്ചു. അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു, അവൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. കടന്നു പോകുന്നവരെല്ലാം തലകുലുക്കി നിന്ദിച്ചു പരിഹസിച്ചു. 3 നാൾ കൊണ്ട് മന്ദിരം പൊളിക്കാമെന്ന് വൈമ്പ് പറഞ്ഞവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, എന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. എങ്ങും ഒരു ആശ്വാസ വാക്കില്ല, എങ്ങും ഒരു സ്വാന്തനത്തിൻ്റെ വാക്കില്ല. സ്തോത്രം. ആരും ഒരു ആശ്വാസം പറഞ്ഞില്ല. ഏകദേശം 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്തെ യേശു നിലവിളിക്കുന്നു, ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. ഒരു കാര്യം വിശേഷാൽ ശ്രദ്ധിക്കണം. വേദനയുടെ ആധിക്യം കൊണ്ടല്ല, കഷ്ടതയുടെ ആഴം കൊണ്ടല്ല, പിതാവ് പോലും മാനവരാശിയുടെ പാപം അവൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് മുഖം മറച്ചു കളഞ്ഞപ്പോൾ പുത്രൻ വിളിക്കുന്നു, നീ എന്നെ കൈവിട്ടതെന്ത്. എന്നാൽ എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷവനോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. എന്നെ പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു സന്തോഷം എന്നറിയാമോ? എന്നെയും നിന്നെയും സ്വർഗത്തിന് അവകാശിയാക്കുന്ന, എന്നെയും നിന്നെയും ഒരു ദൈവവൈതലാക്കി തീർക്കുന്ന, എന്നെയും നിന്നെയും ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് അവൻ സഹിപ്പാൻ അവന് സന്തോഷമായി തീർന്നത്. അത് നിമിഷം സ്തോത്രം പറയാമോ? എൻ്റെ യേശു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു, യേശു എനിക്ക് വേണ്ടി ശിക്ഷ വഹിച്ചു, എന്നെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, എന്നെ ദൈവത്തോട് നിരപ്പിക്കുവാൻ, ആമേൻ, എന്നെ സ്വർഗത്തിന് അവകാശിയാക്കുവാൻ അവൻ സന്തോഷത്തോട് ഇത് സഹിച്ചെങ്കിൽ യേശുവേ ഇന്ന് പകൽ അങ്ങയുടെ കരത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. നമുക്കെല്ലാം ആ ക്രൂശിനെ ധ്യാനിക്കാം. നേരത്തെ ഇവിടെ വാത്സല്യ പൈതൽ പാടിയല്ലോ, ആമേൻ. ആ ബോധം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് അതിനോട് ചേർന്ന് പാടാം. പാപത്തെ സ്നേഹിപ്പാ ഞാനിനി തീരുമാനത്തോടെ പാടാം. പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ, ദൈവത്തെ പൈതലാ ജീവിക്കൂ ഞാനിനി, ദൈവത്തെ പൈതലാ വന്നാലോ നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ ഓ നിന്റെ പാപങ്ങൾക്ക് വേണ്ടി, നിന്റെ അകൃത്യയാഗത്തിന് വേണ്ടി, നിന്നെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി ക്രൂശിന്മേൽ തൂങ്ങുന്ന യേശുവിനെ കാണുന്ന ദാരിദാ പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു, രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയോ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുകയും വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തോടും ദൈവസഭയോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ആഭരണങ്ങൾ വെടിഞ്ഞ് ലോകത്തിൻ്റെ ആഡംബരങ്ങളെ വിട്ട് കർത്താവിന് വേണ്ടി ഭക്തിയോടെ ജീവിക്കുന്ന എല്ലാവർക്കും ഇതിൽ പങ്കുകൊള്ളുവാൻ അനുവാദമുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽ എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയുണ്ട്, ഇന്ന് കർത്തൃമേശയിൽ പങ്കുകൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെ തന്നെ ശോധന ചെയ്തവർ നിങ്ങളുടെ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. എനിക്ക് പാസ്റ്റർ പറഞ്ഞ ദൈവവചനപ്രകാരമുള്ള യോഗ്യതയുണ്ട്, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയുണ്ട്. ഇതാണ് നിങ്ങൾ ഈ കൈ ഉയർത്തുമ്പോൾ വിളിച്ചു പറയുന്നത്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ മാത്രം ഈ അപ്പവീഞ്ഞുകൾ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ പങ്കുകൊള്ളണമെന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാരെല്ലാവരും ആമേൻ എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളണം. നാം ഈ അപ്പത്തെ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കാൻ പോകുന്നു. പാസ്റ്റർ കെ ജോസഫ് മുൻപോട്ട് കടന്നു വന്ന് ആമേൻ ഈ അപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ പരിശുദ്ധ സ്വർഗീയപിതാവേ, ഞങ്ങൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അങ്ങയുടെ ഏകജാതനായ പുത്രനെ
ഈ ലോകത്തിലേക്ക് അയച്ച സ്നേഹത്തിനായി യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. തൃപ്പാദം തൊഴുന്ന തന്നൂടെ ശിഷ്യർക്ക്. തൃപ്പാദം തൊഴുന്ന തന്നൂടെ ശിഷ്യർക്ക്. മഹാത്മ്യമിതിലനവധിയുണ്ട് രഹസ്യമേ. മഹാത്മ്യമിതിലനവധിയുണ്ട് രഹസ്യമേ. ഏകൻ പോയല്ലോ ബലി കഴിവതിനാ. ഏകൻ പോയല്ലോ ബലി കഴിവതിനായി. പൊന്നേശു നരർത്തിരുബലി മരണം നീനപ്പാൻ. പൊന്നേശു നരർത്തിരുബലി മരണം നീനപ്പാൻ. തന്നാനൊരു നിയമം ഒരു നിയമമതിശയമേ. പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുക്കി. പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുക്കി. ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്ന്. ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്ന്. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. തൃപ്പാദം തൊഴുന്ന തന്നൂടെ ശിഷ്യർക്കായി. തൃപ്പാദം തൊഴുന്ന തന്നൂടെ ശിഷ്യർക്ക്. മഹാത്മ്യമിതിലനവധിയുണ്ട് രഹസ്യമേ. മഹാത്മ്യം ഇതിലനവധിയുണ്ട് രഹസ്യമേ. ഏകൻ പോയല്ലോ ബലി കഴിവതിനായി. ഏകൻ പോയല്ലോ ബലി കഴിവതിനായി. പൊന്നേശു നരർത്തിരുബലി മരണം നീനപ്പാൻ. പൊന്നേശു നരർത്തിരുബലി മരണം നീനപ്പാൻ. തന്നാനൊരു നിയമമതിശയമേ. തന്നാനൊരു നിയമമതിശയമേ. ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്നും. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. തൃപ്പാദം തൊഴുന്ന തന്നൂടെ ശിഷ്യർക്കായി. തൃപ്പാദം തൊഴുന്ന തന്നൂടെ ശിഷ്യർക്ക്. കർത്താവ് ഈ അപ്പത്തെ നമുക്ക് അനുഗ്രഹിച്ചു തന്നതിനായി കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. അതുകൊണ്ട് തന്നെ ആ താഴെ കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. വാങ്ങിക്കുടിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഈ പാനപാത്രത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശുഡമന ഹത്തുരപകദലബ. കർത്താവ് ഇന്ന് പകൽ തൻ്റെ അനുഗ്രഹം ഇതിന് മേൽ പകരേണ്ടതിനായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പാസ്റ്റർ ജേക്കബ് നേശമണി ഇപ്പോൾ പരസ്യമായി പ്രാർത്ഥിക്കും. ഇത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? സ്തോത്രം, 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 സ്തോത്രം. സർവപാപ കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ. സർവപാപ കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ. പൂർവിനാഥനേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ. പൂർവിനാഥനേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ. യേശുവോടി ലോകർ ചെയ്ത ലോക നീയെന്നുള്ളമേ. യേശുവോടി ലോകർ ചെയ്ത ലോക നീയെന്നുള്ളമേ. വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ. വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ. കാട്ടുചെന്നായി കൂട്ടമായോ രാടിനെ പീഡിച്ചപ്പോൾ. കാട്ടുചെന്നായി കൂട്ടമായോ രാടിനെ പീഡിച്ചപ്പോൾ. കൂട്ടമായി ദുഷ്ടരടിച്ച പോൽ ചോരി രക്തമേ. കൂട്ടമായി ദുഷ്ടരടിച്ച പോൽ ചോരി രക്തമേ. മുള്ളുകൊണ്ടുള്ളോർ മുടിയാൽ മന്നവൻ തിരുത്തല. മുള്ളുകൊണ്ടുള്ളോർ മുടിയാൽ മന്നവൻ തിരുത്തല. ുള്ളിലും പുറത്തുമായി പാഞ്ഞ തിരുരക്തമേ. ഉള്ളിലും പുറത്തുമായി പാഞ്ഞ തിരുരക്തമേ. നീണ്ടയിരും ബാണി കൊണ്ടു ദുഷ്ടരാ കൈകാൽകളെ. നീണ്ടയിരും ബാണി കൊണ്ടു ദുഷ്ടരാ കൈകാൽകളെ. തോണ്ടിയ നേരം ചൊരിഞ്ഞ രക്ഷിതാവേ രക്തമേ. തോണ്ടിയ നേരം ചൊരിഞ്ഞ രക്ഷിതാവേ രക്തമേ.
വഞ്ചക സാത്താനെ ബന്ധി ചന്തകാരം നീക്കുവാൻ വഞ്ചക സാത്താനെ ബന്ധി ചന്തകാരം നീക്കുവാൻ അഞ്ചു കായങ്ങൾ വഴിയായി പാഞ്ഞ തീരു രക്തമേ അഞ്ചു കായങ്ങൾ വഴിയായി പാഞ്ഞ തീരു രക്തമേ സർവ പാപ കരകൾ സ്തോത്രം 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 രക്ഷിച്ചിടുവാൻ സർവ പാപ കരകൾ തീർക്കൂ നരരെ രക്ഷിച്ചിടുവാൻ ഉർവിനാഥേശുദേവൻ ചൊരിഞ്ഞ തീരു രക്തമേ ഉർവിനാഥേശുദേവൻ ചൊരിഞ്ഞ തീരു രക്തമേ ഓടി ലോകർ ചെയ്ത ഇനി വീഞ്ഞാർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ കരമുയർത്തി പിടിക്കുക സഹോദരന്മാരുടെ ഭാഗത്ത്. വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തീരു രക്തമേ വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തീരു രക്തമേ കാട്ടു ചെന്നായി കൂട്ടമാ അനുഗ്രഹിച്ചതിനായി കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ തിരുമേശയിൽ ഇന്ന് പകൽക്കാലം പങ്കുകൊണ്ട് യേശുവിനോടുള്ള കൂട്ടായ്മ പുതുക്കുവാൻ യേശുവിന്റെ ജീവൻ നമ്മിൽ വ്യാപരിപ്പാനിടയായി ആ വലിയ പദവി തന്നതോർത്ത കരങ്ങളെ ഉയർത്തി വീണ്ടും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഓർക്കുക, ഇത് കൂട്ടായ്മയുടെ പ്രതീകമാണ്. നാം ക്രിസ്തുവിൽ ഒന്നാണ്. കൂടാതെ ഈ മേശ നമ്മോട് വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവ് വരവ് ഏറ്റവും ആസന്നമായി. വരവിൻ്റെ പ്രത്യാശയിൽ നിറയാം. അതിനുവേണ്ടി ഒരുങ്ങാം. അനേകരെ നമുക്ക് ഒരുക്കാം. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകർ ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവിക ശബ്ദം തന്നു, ദൈവിക കൃപ തന്നു, ദൈവിക വാഗ്ദത്തങ്ങൾ തന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാകും. സന്തോഷമില്ലാത്ത, സമാധാനമില്ലാത്ത, രക്ഷകനെ കണ്ടിട്ടില്ലാത്ത അനേകരുടെ അടുക്കൽ ചെന്ന് ഞാൻ യേശുവിനെ കുറിച്ച് എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ കഴിയും?
ആ വലിയ തീരുമാനം ഇന്ന് പകൽക്കാലം ഉയരട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തീരുമാനങ്ങൾ ദൈവം കാണട്ടെ, ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തട്ടെ. ഓ, ഞാൻ അതിനായി എന്നെ സമർപ്പിക്കുന്നു, യേശു വരാറായി, അവൻ്റെ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങുമെന്ന് നമുക്ക് ഇന്ന് പകൽക്കാലം ദൃഢതയോടെ പറയാം. പ്രിയമുള്ളവരെ, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി പെസഹ ആചരിച്ച ശേഷം സ്തോത്രഗീതം പാടി ഒലിവുമലയ്ക്ക് പോയി. നമുക്കെല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് സഹോദരിമാർ തമ്മിലും സഹോദരന്മാർ തമ്മിലും വിശുദ്ധീകരണം ചെയ്യുമ്പോൾ നാം വിളിച്ചു പറയുന്നു, മാറാനാഥ, നമ്മുടെ കർത്താവ് ഇതാ വേഗം വരുന്നു. അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ പൊന്മുഖം വർദ്ധിച്ചിടുന്നേ. അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ പൊന്മുഖം. ഓ കേൾക്കാറായി നാം പോകാറായി ഈ പാർത്തനം വിട്ട് ഏറുമ്പോഴേ. ഓ കേൾക്കാറായി നാം പോകാറായി ഈ പാർത്തനം വിട്ട് ഏറുമ്പോഴേ. ആനന്ദമേ, നിത്യാനന്ദമേ, കാന്തനോട് വാഴും കാലം എത്രയാനന്ദം. ആനന്ദമേ, നിത്യാനന്ദമേ, കാന്തനോട് വാഴും കാലം എത്രയാനന്ദം. അവൻ കേൾക്കാറായി സാന്നിധ്യത്തെ പകർന്നു ദൈവത്തിനെ താണിരിപ്പാൻ, കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ കൃപകളെ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. വിശേഷാൽ കർത്തൃദാസന്മാരെ സമയാസമയങ്ങളിൽ കർത്താവ് അയച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ ശ്രേഷ്ഠമേറിയ ദൈവ ശബ്ദങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശാസിച്ചല്ലോ, പരിശുദ്ധാത്മാവ് നമ്മെ തർജ്ജനം ചെയ്തല്ലോ, ദൈവാത്മാവ് നമ്മെ വിടുവിച്ചല്ലോ, പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയുടെ പ്രാകാരങ്ങളിൽ അടുത്തിരിപ്പാൻ ലഭിച്ച ഭാഗ്യങ്ങൾക്കായി, കൃപാസനത്തിലെ കൺകളെ ഉയർത്തുവാൻ ലഭിച്ച ഭാഗ്യങ്ങൾക്കായി അല്പസമയം കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. 1-2 സ്തോത്രം പറയാം. അല്പസമയം ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഈ ഉപവാസ ദിവസങ്ങളുടെ കർത്താവിന്റെ വിശേഷമായ സംരക്ഷണം ആലയത്തിനും അല്ല നമുക്ക് ഓരോരുത്തരും കർത്താവ് നൽകിയല്ലോ. യാത്രകളുടെ ദിവസാനുഭവ അനവധി അപകടങ്ങളൊക്കെ വന്നെങ്കിലും ആർക്കും അനർത്ഥം വ്യസനകരമാകാതെ കർത്താവ് സൂക്ഷ്മവിധങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. വിശേഷാൽ ഉപവാസം കഴിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിന്റെ വലിയ സംരക്ഷണം കർത്താവ് വഹിക്കുവാൻ, അല്ലെങ്കിൽ എല്ലാ ദൈവജനത്തെയും കർത്താവ് സൂക്ഷിപ്പാൻ, ഒരു വ്യക്തിയോ കുടുംബങ്ങളെയോ ദൈവസഭയോ ശത്രു കണ്ടുവയ്ക്കാതെ അല്പസമയം എല്ലാവരും കരങ്ങളെ അടിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധ നിന്റെ കൂടാരത്തോട് അടുക്കൽ മനപ്രകാരം ഉടവന സന്ധന റംശൽ ഘടക അതല രഗദരവല ശന്തുരവല ശന്തലവലവൽ കടകൽ ഘടക അസ്തരവക്ഷകർ അന്തലവൽപ വാദികനാഥ ദാവാന സീതാനേത നീതാരീത രേതി 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 തമ്പക്ഷം അല്പം പൈഡം ധേരാ ഘടകം ദീവലവക്ഷം ധേരകരംശം ധീരൽ ഘടകം. കർത്താവിന്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യാൻ വിശേഷാൽ പൂർണ്ണമായി എല്ലാ പ്രിയപ്പെട്ടവരോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആഹാരം കഴിച്ച് ബലപ്പെടുമ്പോൾ അല്ലെങ്കിൽ യാതൊരു ശാരീരിക അസ്വസ്ഥതകളൊന്നും വരാതെ കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കണം. ഈ ദിവസങ്ങളിൽ പ്രാപിച്ച ദൈവകൃപ നഷ്ടപ്പെടുത്താതെ അന്ത്യം വരെ വിശ്വസ്തയുടെ കർത്താവിനോട് നിൽക്കുവാൻ അല്ലെങ്കിൽ ശൗലോപൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചതുപോലെ പ്രകാരം പുത്തൻ ദൈവശക്തി ഇതുപോലെ കർത്താവ് നമ്മെ കേൾപ്പിച്ചതുപോലെ ഉപവാസം ഇവിടെ മുറിക്കപ്പെടുന്നെങ്കിലും പ്രാർത്ഥനാ ജീവിതം മുറിക്കാതെ ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും ദൈവസ്ഥ ആത്മാവിശ്വാസത്തോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വലിയ ദാസൻ കെ സാറ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ പകൽക്കാലത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കും. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മഹിമാസന്നിധിയോട് ഇന്ന് പകൽവേളയിൽ സഭയായ അടിയങ്ങൾക്ക് അടുത്തു വരുവാൻ ഒരവസരം കൂടെ തന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് ഈ ഉപവാസത്തിന് വേണ്ടി ആലോചന തന്നു. അവിടുന്ന് ഈ ഉപവാസം ആരംഭിച്ചു. ഈ ഉപവാസത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവിടെ തന്നെ ഏറ്റെടുത്ത് അങ്ങയുടെ ജനത്തെ ഉത്സാഹിപ്പിച്ച് അങ്ങയുടെ സന്നിധി ഇരുത്തിയതിനായി സ്തോത്രം.
എല്ലാ ദൈവദാസന്മാരെയും സമയാസമയങ്ങളിൽ അയച്ച് ഇവിടെ കേൾപ്പിച്ച സന്ദേശങ്ങൾക്കായി സ്തോത്രം. ആ സന്ദേശങ്ങളിലൂടെ ഞങ്ങൾ എല്ലാവരും ശുദ്ധീകരണവും ശക്തീകരണവും പ്രാപിപ്പാൻ കർത്താവേ അവിടുന്ന് സഹായിച്ചല്ലോ. ഞങ്ങൾ പ്രാപിച്ച ആലോചനയുടെ ഉള്ളിലായിരിക്കാൻ തുടർന്നത് പ്രാവർത്തികമായി നിറവേറ്റുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടതായ കൃപയും അഭിഷേകവും തരണമേ. ഇവിടെ ഉപവസിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദീർഘമായി ഉപവസിച്ചവരെ അങ്ങയുടെ കരങ്ങൾ വയ്ക്കുന്നു കർത്താവേ. അവരുടെ ബലഹീന ശരീരങ്ങളെ കർത്താവ് തലോടണമേ, അവരുടെ ഉദരങ്ങളെ തലോടണമേ. ശത്രു യാതൊരു വിധത്തിലും പരിജ്ഞാനമില്ലാതെ അവരോട് ഇടപെടുവാൻ ഇടയാകരുത്. അവരെ ബലപ്പെടുത്തിക്കൊള്ളണമേ, സൗഖ്യം പകരണമേ. വലിയ പ്രതിഫലം അവർക്കും അവരുടെ തലമുറകൾക്കും കൊടുക്കുവാനായി പ്രാർത്ഥിക്കും. ഭാഗികമായി ഉപവസിച്ച സഹോദരന്മാരെ അനുഗ്രഹിക്കണമേ, അവരെ ശക്തീകരിക്കാനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷിച്ചിട്ട് ഭവനങ്ങളിലേക്ക് കടന്നുപോയ ദൈവദാസന്മാർക്കായി സ്തോത്രം. ദൈവമേ, അവരെ എല്ലാവരും രക്തവളപ്പി സൂക്ഷിക്കണമേ, അവരുടെ ഭവനങ്ങളെ കാത്ത് പരിപാലിക്കണമേ. വിശേഷാൽ ഇന്ന് പകൽവേളയിൽ അനുഗ്രഹകരമായി സ്നാന ശുശ്രൂഷ തുടർന്ന് കർത്തൃമേശ ശുശ്രൂഷ ചെയ്യുവാനെല്ലാം ദൈവഭക്തനെ അവിടുന്ന് ഉപയോഗിച്ചല്ലോ. കർത്താവിൻ്റെ ദാസനെയും കുടുംബമായി അനുഗ്രഹിക്കാനായി പ്രാർത്ഥിച്ചു. തുടർന്ന് വൻ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ അഭിഷേകം ചെയ്യണം. ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷിജു വർഗീസ് പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തെ പൈതലിനെ കർത്താവിൻ്റെ രക്തത്തിൽ മുദ്ര ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകാതെ വേണം അവരെ ശാരീരികവും മാനസികമായി കാത്തുകൊള്ളണമേ. പ്രതികാരിയാകുന്ന പിശാച് സഭയോട് പോരാടാതെ വേണം എല്ലാവരെയും രക്തത്തിൽ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ അന്തർഭാഗത്ത് വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിന്റെ അലയൊളികൾ ഈ പട്ടണത്തിൽ മുഴുവൻ വ്യാപരിക്കട്ടെ കർത്താവേ. ഈ പട്ടണത്തെ കർത്താവേ പൈശാചിക ആരാധനകളിൽ നിന്ന്, അന്യാരാധനകളിൽ നിന്ന് തുടർന്ന് ദൈവം വിടുവിക്കണമേ. അനേക ഭവനങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടി ആലയത്തിലേക്ക് വരുവാൻ ഈ ഉപവാസം അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഭക്തരായ ചെറിയവരെയും വലിയവരെയും എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കാനായി പ്രാർത്ഥിക്കുന്നു. സ്റ്റേജിൽ എളിയവരോടൊപ്പം ആയിരിക്കുന്ന ദേശമണി പാസ്റ്റർ, മറ്റ് ദൈവദാസന്മാരെല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. വരവിനായി അടിയങ്ങളെ ഒരുക്കണം. സഭയായി കർത്താവെ സുവിശേഷത്തിൻ്റെ കൊടി ഉയർത്തുവാൻ തുടർന്ന് ഞങ്ങളെ സഹായിച്ചുകൊള്ളണമേ. ഈ ബലത്തോടെ ഞങ്ങൾ വെളിയിലേക്ക് പോയി കർത്താവെ ഫലം കായ്പാൻ, സുവിശേഷം അറിയിപ്പാൻ ഞങ്ങളെ സജ്ജമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഡിസംബർ മാസത്തിൽ നടക്കുവാൻ പോകുന്ന ജനറൽ കൺവെൻഷൻ ഞങ്ങളുടെ കരങ്ങൾ വയ്ക്കുന്നു. കർത്താവെ, ഈ കെട്ടിടത്തിൽ വെച്ച്, ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന ആ കൺവെൻഷൻ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നതായി തീരുവാൻ ദൈവദാസന്മാരെ സന്ദേശത്തോടുകൂടി അയക്കണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ, സഹായിക്കണം. വരവിനായ അടിയങ്ങളെ ഒരുക്കണം, മഹത്വം തിരുമേനി എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയെടുത്ത പരിശുദ്ധാത്മാവിൻ്റെ സംസ്കൃതവും കൂട്ടായ്മയും കാവലും നാം ഏവരോടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഇന്നു മുതൽ നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ജയം നൽകിയ പിതാവാം ദൈവത്തിന് സ്തോത്രം. ആമീൻ. കർത്താവായ യേശുവേ വരേണം.